ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ചില ഇനിഷ്യൽ സെറ്റിങ്സ് ചെയ്യുകയാണ്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുകൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് ഇർഫാന മാഡം ജോയിൻ ചെയ്യുന്നതായിരിക്കും അല്പസമയത്തിനുള്ളിൽ. ഓക്കെ, ഇർഫാന ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ സെഷനെ കുറിച്ച് എന്നെ പറ്റി 2 വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 2020 വരെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു. ഓഫ്ലൈൻ ആയിട്ട് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു 2020 വരെ. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, അതേപോലെ തന്നെ തൃശ്ശൂർ, ബാംഗ്ലൂർ, ബോംബെ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു പ്രോഗ്രാംസ്. 2020 ശേഷം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം ഓൺലൈനിലാണ്, സൂമിലൂടെയാണ് ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ നിരവധി ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക. രണ്ടാമത്, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളെ പറ്റി കൂടി ഇതിൻ്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്ന. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോ ഇടാവുന്നതാണ്. പാലക്കാട്, ദേവിദാസ് പാലക്കാട്. നിങ്ങൾ ചാറ്റ് കോട്ടയത്ത് നിന്ന് പങ്കെടുക്കുന്നുണ്ട്. ഒമാൻ, എറണാകുളം, ആലപ്പുഴ, കൊച്ചി, UAE, കായംകുളം, ഹൈദരാബാദ്, കോട്ടയം, റിയാദ്. ഗ്രേറ്റ്, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടോപ്പിക്കുകളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, റെഡിയാണ്. ഓക്കെ ഓക്കെ നമ്മുടെ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ എങ്ങനെ ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗിനെ നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുന്നത് എങ്ങനെ, അതിലൂടെ കസ്റ്റമർ ലീഡ്സ് കണ്ടെത്തുന്നത് എങ്ങനെ. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്പോൺസേഡ് എന്നുള്ള പരസ്യങ്ങളുടെ ഇടയിൽ കയറി വരുന്നത്. ഈ സ്പോൺസേഡ് ആഡുകൾ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന സംഗതിയാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ വരുന്ന സ്പോൺസേഡ് ആഡുകൾ. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ ആഡ്സിനെ പറ്റി കാണുന്നുണ്ട്. ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങൾ, ഇപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിൽ ആദ്യം വരുന്നവർക്കായിരിക്കും കൂടുതൽ എൻക്വയറീസ് ലഭിക്കുന്നത്, ബിസിനസ് ലഭിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബിസിനസ്സും ഇതേപോലെ ഗൂഗിൾ സെർച്ചിൽ ആദ്യം എത്തിക്കുന്നത് എങ്ങനെ, ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് പോസ്റ്ററും ലോഗോയും ഒക്കെ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. ഫോട്ടോഷോപ്പ് പോലെയുള്ള ടൂൾസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ടൂൾസ് നമ്മൾ കാണുന്നുണ്ട്. അത് മൊബൈൽ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേഷൻ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കാണ്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
ഡൊമൈൻ നെയിംസിനെ പറ്റി കാണുന്നുണ്ട്, വെബ് അഡ്രസ്സുകൾ അഥവാ ഡൊമൈൻ നെയിം. അതുപോലെ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെ? ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൂടെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങാറുണ്ട്. പക്ഷേ ഇതിലൂടെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റുകൾ വിൽക്കാം, ഇതിനകത്തൊരു സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. ഓൺലൈൻ മണി മേക്കിംഗ്, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, ഗ്രോത്ത് ഹാക്കിംഗ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ടോപ്പിക്കായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ എങ്ങനെ നേടാം എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള റൂട്ട് എന്താണ്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. മിഷൻ 36 ലാക്സ്, ഒരു വർഷത്തിൽ നമുക്ക് 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടണമെങ്കിൽ നമുക്ക് ഒരു മാസം 3 ലക്ഷം രൂപ ഏൺ ചെയ്താൽ മതിയാവും. ഒരു മാസം 3 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് കിടക്കുമ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ഞാനിവിടെ 2 മിനിറ്റിൽ അവതരിപ്പിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകൾ നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെയും ഗൂഗിളിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ കസ്റ്റമർ ലീഡ്സ് കിട്ടും, എൻക്വയറീസ് ലഭിക്കും. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രഡീഷണൽ മാർക്കറ്റ്. ട്രഡീഷണൽ മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ട്രഡീഷണൽ മാർക്കറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്, അവർ സ്വന്തമാക്കാൻ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. അതേസമയം ഡിജിറ്റൽ മാർക്കറ്റ് നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ അവർ ഫേസ്ബുക്കും ഗൂഗിളും വാട്സാപ്പും യൂട്യൂബും എല്ലാം ഉപയോഗിക്കുന്നു. അതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ബിസിനസ്സുകൾക്ക് സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ സ്വന്തം നിലയ്ക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ സാധിക്കും. വേറൊരു അഡ്വർടൈസിങ് ഏജൻസിയെ നമ്മൾ ഏൽപ്പിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. ബിസിനസ് ഇല്ലാത്തവരാണെങ്കിലോ ഈ സർവീസസ് എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സൗണ്ട് പ്രോബ്ലം നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറയുന്നു. മറ്റുള്ളവർക്ക് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഇവിടുത്തെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം പ്രോബ്ലം ഉള്ളവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഞാൻ മാക്സിമം വോളിയം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബിസിനസ്സുകൾക്ക് ഇന്ന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സും ഗൂഗിൾ ആഡ്സും വാട്സാപ്പ് മാർക്കറ്റിംഗും ഒക്കെ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സർവീസസ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നത് നല്ലൊരു ബിസിനസ്സാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇത് പഠിച്ചിട്ട് നമുക്ക് നല്ല കമ്പനികളിൽ ജോലിക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇത് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സർവീസസ് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിക്കോട്ടെ, ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നവർക്കായിക്കോട്ടെ, അതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ മിഷൻ 36 ലാക്സിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അറിയേണ്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ്സും ഡിസൈനുമാണ് ഏറ്റവും മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡിസൈനും അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഈ സർവീസസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഡിസൈൻ ചെയ്യുന്നത് തന്നെ കാണാം. അപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമുക്ക് എന്തെങ്കിലും പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതിൽ കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഇപ്പം കാണാൻ പോകുന്നത്. യാതൊരു മുൻ പരിചയമില്ലാതെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, റെഡിയാണ്. ഓക്കെ, അപ്പോൾ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് ലഭിക്കും. bing.com/create എന്നാണ് ഈ സൈറ്റിന്റെ പേര്. bing.com/create. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിനകത്ത് AI ഉപയോഗിച്ചുകൊണ്ടൊന്ന് ഡിസൈൻ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. bing.com/create എന്ന സൈറ്റിലേക്ക് വന്ന് നമ്മൾ അതിനകത്തേക്ക് ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു വിൻഡോ ലഭിക്കും. ഇവിടെയാണ് നമുക്ക് കമാൻഡ് കൊടുക്കേണ്ടത്, എന്ത് ഡിസൈൻ ഉണ്ടാക്കി തരണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ഉണ്ടാക്കി തരാൻ ഉള്ള കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈനാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ ആ ഒരു കമാൻഡ് ഇവിടെ കാണിക്കാം. ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. 3D റെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3D ഷേപ്പിലുള്ള ഒരു പെർഫ്യൂം ബോട്ടിൽ വേണം. അതിനകത്ത് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമും കൂടെ ആ ബോട്ടിലിനകത്ത് വേണം. ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഈ കമാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊടുത്തു നോക്കാം, അത് തനിയെ ഡിസൈൻ ചെയ്ത് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാനതിവിടെ കൊടുത്തു. ക്രിയേറ്റ് എന്നുള്ള ഒരു റെഡ് ബട്ടൺ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തനിയെ ഡിസൈൻ ചെയ്ത് വരും. പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ഇപ്പോൾ ഇത് തനിയെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒന്നിന് പകരം 4 ഡിസൈൻസ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി തരുന്നതായിരിക്കും.
ഇപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഗൂഗിളിൽ എവിടെ ഉള്ള ഇമേജ് അല്ല, ഇത് ഇതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോ ഉണ്ടാക്കി തരികയാണ്. ഓക്കെ, ഇതാ നമുക്ക് ഇമേജ് കിട്ടിക്കഴിഞ്ഞു. AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തന്ന ഇമേജ് ആണ് ഈ കാണുന്നത്. ഓക്കെ, 2, 3, 4 ഡിസൈൻസ് ആണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേതിനകത്ത് റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം വന്നിട്ടില്ല. AIക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റാറുണ്ട്. പക്ഷെ സെക്കൻഡ് ഡിസൈൻ നോക്കിയാൽ സെക്കൻഡ് ഡിസൈനിനകത്ത് റോയൽ മാജിക് എന്ന് പറയുന്ന ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഉൾപ്പെടെയാണത് പെർഫ്യൂം ബോട്ടിൽ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അടുത്തതിനകത്ത് നോക്കിയാൽ അതിനകത്തും റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. 4മത്തതും അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ തന്നെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഡിസൈൻ നമ്മളൊരു ഡിസൈനറെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം, എത്ര ദിവസം നമ്മൾ കാത്തിരിക്കണം. ഇവിടെയാണെങ്കിലും ജസ്റ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ അത് തനിയെ ഡിസൈൻ ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വന്നിരിക്കുന്ന ഡിസൈനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ വെക്കണമെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇമേജ് തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഡിസൈനർ എന്ന് പറയുന്ന വിൻഡോയിൽ ഓപ്പൺ ആവുകയും അവിടെ നമുക്ക് ലോഗോയോ ഫോൺ നമ്പറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണമുള്ള ഡിസൈൻ ചെയ്യാൻ ഇതിനകത്തേക്ക് കമാൻഡ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇനി കമാൻഡുകൾ കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഇവർ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കി, ഇവിടെ ഈ കാണുന്ന ഡിസൈനുകളെല്ലാം ഇതേപോലെ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഓരോ ഡിസൈൻ്റെ മുകളിൽ മൗസ് വെക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കമാൻഡ് എന്താണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നിന്റെ മുകളിൽ മൗസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് ഡിസൈൻ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു ഡിസൈനും കൂടെ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്കൊരു കരാട്ടെ ക്ലാസ് ആണ് നമ്മൾ നടത്തുന്നിരിക്കട്ടെ. അപ്പോൾ കരാട്ടെ ക്ലാസിന്റെ പ്രൊമോഷൻ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യണം. അതിന് പറ്റിയ ഒരു ഡിസൈൻ വേണമെങ്കിൽ ഡയറക്റ്റ് കരാട്ടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരാൻ കമാൻഡ് കൊടുത്താൽ മതി. അത് തനിയെ നിർമ്മിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിന്റെ കമാൻഡ് ഒന്ന് കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ. സോഷ്യൽ മീഡിയ പോസ്റ്റർ ആണ് എനിക്ക് വേണ്ടത്. പ്രൊമോട്ടിങ് കരാട്ടെ ക്ലാസ്, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ പോസ്റ്റർ ആണ് വേണ്ടുന്നത്. പ്രൊമോട്ടിങ് കരാട്ടെ ക്ലാസ് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഇതിപ്പോൾ ഒരു കരാട്ടെ ക്ലാസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഡിസൈൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്, വേറെ ഗൂഗിളിലോ എവിടെയുള്ള ഡിസൈൻ അല്ല, അത് തനിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കാണാം, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വന്നു കഴിഞ്ഞു, ഒന്നിനു പകരം 4 ഡിസൈൻസ് വന്നു കഴിഞ്ഞു. നോക്കിയ കരാട്ടെ പോസ്റ്റിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും ഒന്നിനൊന്നും മെച്ചമുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫോൺ നമ്പർ ലോഗോയൊക്കെ വെച്ച് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഉപയോഗിക്കാം. ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ചാറ്റ് വിൻഡോയിലേക്ക് ഇടാം. bing.com/create എന്നാണ് ഈ ഒരു സൈറ്റിന്റെ പേര്. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. www.bing.com/create CREATE. ജസ്റ്റ് ഗൂഗിളിൽ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, മറ്റൊരു ടൂളിലേക്ക് കിടക്കാൻ റെഡിയാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂൾ കൂടെയാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. റെഡിയാണോ? മറ്റൊരു ടൂൾ. ഓക്കെ, റെഡിയാണ്. അപ്പോൾ അടുത്ത കാണാൻ പോകുന്നത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ്. നിങ്ങൾ ചിലരെങ്കിലും ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. വളരെ പവർഫുൾ ആണെന്ന് മാത്രമല്ല വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസൈൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതും ഗ്രാഫിക് ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യാനും ലോഗോയോ ബ്രോഷറോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന canva.com എന്ന് പറയുന്ന ടൂളിലേക്കാണ് വരുന്നത്. canva.com നമുക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാൻ canva.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ canva.com എന്ന് പറയുന്ന സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിരവധി ഡിസൈൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസൈൻ വേണമെന്നിരിക്കട്ടെ. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസൈൻ വേണമെങ്കിൽ ഇവിടെ വന്ന് ഫർണിച്ചർ ഫേസ്ബുക്ക് എന്ന് കൊടുക്കുക. അതായത് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഡിസൈനാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാൻ സെർച്ച് കൊടുക്കുകയാണ്. അതിപ്പം ഫർണിച്ചറിന് പറ്റിയ ഡിസൈൻസ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, നിരവധി ഡിസൈൻസ് വന്നിരിക്കുന്നു. ഇതെല്ലാം ഫ്രീ അല്ല, ഇതിൽ 50% ഡിസൈൻസ് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജൻസിയാണ്
ഒരാൾ നടത്തുന്നതെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ വേണമെങ്കിൽ ഇൻഷുറൻസ് ഫേസ്ബുക്കിന്നോ ഇൻഷുറൻസ് ഇൻസ്റ്റാഗ്രാമിന്നോ കൊടുക്കുക. അതിൻ്റെ ഡയമെൻഷന് പറ്റിയത് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരും. ഞാനിവിടെ നോട്ട് പാഡിൽ എഴുതുന്നത് എന്താണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നോട്ട് പാഡിൽ വലിയ അക്ഷരത്തിൽ എഴുതുന്നത്. ഞാനിവിടെ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്നാണ് ഇപ്പോൾ സെർച്ച് കൊടുത്തത്. നോക്കിയാൽ നിരവധി ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ള, ഇൻഷുറൻസ് പോളിസികൾ പ്രൊമോട്ട് ചെയ്യാനുള്ള നിരവധി ഡിസൈൻസ് വന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ പോസ്റ്റർ തന്നെ സെലക്ട് ചെയ്തു. ഇതിനെ ഒന്ന് നമ്മുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വരുന്നു. ഓക്കെ, എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും അതേപോലെ തന്നെ ലോഗോയും ഒക്കെ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഒരു ഡമ്മി നമ്പറാണ്. 12345678 എന്ന് പറഞ്ഞ് ഒരു ഡമ്മി നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ വെബ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വെബ് അഡ്രസ്സിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വെബ് അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ galaxy.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ galaxy.com കൊടുക്കാം. വെബ് അഡ്രസ് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ടത് ഒരു ലോഗോ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലോഗോ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. അവിടേക്ക് നമ്മുടെ ഒരു ലോഗോ എടുത്ത് വെക്കണമെങ്കിൽ ലോഗോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പുറമേ നിന്ന് ലോഗോയൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫോൾഡറിൽ കിടക്കുന്ന ലോഗോ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഞാനൊരു ലോഗോയും കൂടെ അവിടേക്ക് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ആ ലോഗോ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി ഞാൻ ഇതിൽ തന്നെ ഡിസൈൻ ചെയ്ത ലോഗോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്ത ലോഗോകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ലോഗോയോ ഇമേജോ ഒക്കെ ഇതിൽ തന്നെ എപ്പോഴും കാണും. അപ്പൊ ഞാൻ ഈ ഒരു ലോഗോ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇതും ഈ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ലോഗോ ഇതിൽ തന്നെ ഡിസൈൻ ചെയ്തതാണ്, ഈ ക്യാൻവയിൽ ഡിസൈൻ ചെയ്തതാണ്. നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ആൻഡ് ഫാമിലി ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹെൽത്ത് എന്ന് കൊടുക്കാം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ പോട്ടെ 5 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൽ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് എന്നുള്ളതാണ്. 100 കണക്കിന് ഡിസൈൻസ് ഉണ്ട്. എല്ലാം ഫ്രീ അല്ല, ഒരു 50% ഡിസൈൻസ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പം കിട്ടിയ ഡിസൈൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഡിസൈനാണ്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഫോൺ നമ്പർ വന്നിട്ടുണ്ട്, വെബ് അഡ്രസ്സ് വന്നിട്ടുണ്ട്, ലോഗോ വന്നിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള പേരും വന്നിട്ടുണ്ട്. ഈ ഫോട്ടോയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൊബൈലിലും ചെയ്യാൻ സാധിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ വന്ന് ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഡിസൈൻ ചെയ്തിട്ട് അന്നേരം തന്നെ നമുക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ച് ലോഗിൻ ചെയ്യുക. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ്, വൈറ്റ് ബോർഡ്, ഫ്ലയേഴ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, വീഡിയോ ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇതിനകത്ത്, ഇൻഫോഗ്രാഫിക്സ്, മൊബൈൽ വീഡിയോസ്, ഫേസ്ബുക്ക് വീഡിയോസ്, ലോഗോയ്ക്കൊക്കെ ഉള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഈ കാണുന്നതൊക്കെ ലോഗോയ്ക്കുള്ള ടെംപ്ലേറ്റുകളാണ്. നിരവധി ലോഗോയുടെ ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ഏത് ബിസിനസ്സിനുള്ളത് വേണമെന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി, നമുക്കിവിടെ ലഭിക്കും. എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ട്രൈ ചെയ്യാം. ക്യാൻവ ഒരു അടിപൊളി ടൂളുമാണ്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതിന് മുൻ പരിചയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരല്പം ക്ഷമ ഉണ്ടായാൽ മാത്രം മതി. ഫോട്ടോഷോപ്പ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൂളൊന്നുമല്ല. ഇത് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നല്ല ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ടൂൾസായ ക്യാൻവ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളായ ബിങ് ഇമേജ് ക്രിയേറ്ററും കണ്ടു. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്ന സ്കില്ല്. ഇനി ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാനും കൂടെ പഠിച്ചാലാണ് നമുക്ക് ഇത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്ക് ആഡ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ഫേസ്ബുക്ക് ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് ഫേസ്ബുക്ക് ആഡ്സ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം.
ഓക്കെ, ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ കാണാറുള്ള പരസ്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തൊന്ന് സ്ക്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും പരസ്യങ്ങൾ കയറി വരുന്നുണ്ടോ നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ സ്ക്രോൾ ചെയ്തപ്പോൾ നോക്കി, ഇവിടെ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഒരു പരസ്യം വന്നിരിക്കുന്നു. ഫ്ലാറ്റ് സെല്ല് ചെയ്യുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ പരസ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ ഒരു പരസ്യത്തിനകത്ത് സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഫോമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു അഡ്വർടൈസ് ചെയ്തവർക്ക് നമ്മുടെ ഡേറ്റ അവർക്ക് ലഭിക്കും. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരും. ഇതിനകത്ത് കണ്ടിന്യൂ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ അവർക്ക് ലഭിക്കുകയും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ഇതേപോലത്തെ ആഡുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇപ്പൊ നമ്മൾ കണ്ട ആഡ് എന്ന് പറയുന്നത് ലീഡ് ജനറേഷൻ, കസ്റ്റമർ എൻക്വയറീസ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ചില പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ചില പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ് പറയുന്നത്. ട്രാഫിക് ആഡ്. ചിലതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സാപ്പ് ചാറ്റിലേക്കായിരിക്കും പോകുന്നത്. വാട്സാപ്പ് ചാറ്റ് ആഡ്. ഇതും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്വർടൈസ്മെന്റുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ കയറി വരാറുണ്ട്. ഇത് വെറുതെ ആരെങ്കിലും എടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഒരാളുടെ ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ് ഇതെല്ലാം വെച്ചിട്ടാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇയാളെ ഈ പരസ്യം കാണിക്കണമോ വേണ്ടയോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആ പരസ്യം നമ്മളിലേക്ക് വന്ന് കയറുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എൻക്വയറീസ് ലഭിച്ചുകൊണ്ടിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എപ്പോഴും എൻക്വയറീസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും. വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് നമുക്ക് പേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പേജസിൽ ക്ലിക്ക് ചെയ്ത് ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. പേജ് ഇല്ലാത്തവർ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പേജ് ഉള്ളവർ ആ പേജ് നിലനിർത്തുക. ഓക്കെ, ഇവിടെ ഞാൻ പേജസിൽ ക്ലിക്ക് ചെയ്തപ്പം ഓക്കെ, ക്രിയേറ്റ് ന്യൂ പേജ് ഓർ പ്രൊഫൈൽ. അപ്പൊ നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ വർക്ക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പബ്ലിക് പേജ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജിന് ഒരു ലോഗോയും പേജിന്റെ പേരും ഒക്കെ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പേര് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഇൻഷുറൻസ് ഏജൻസിയുടെ പേജാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഗാലക്സി ഇൻഷുറൻസ് എന്നാണ് ആ ഇൻഷുറൻസ് ഏജൻസിയുടെ പേരെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്ന് കൊടുത്തു. ഇനി ലോഗോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കവർ പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻവയിൽ നിന്ന് ലഭിക്കും. ക്യാൻവയിൽ നിന്ന് ഡിസൈൻ ചെയ്ത് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പേജ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിനകത്തേക്ക് നമ്മൾ പോസ്റ്റുകൾ ഇടുക. ആ പോസ്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ പോസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കമ്പനിയുടെ ഒരു പേജിലേക്ക് വരികയാണ്. എന്നിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഒരു പേജ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ കമ്പനിയുടെ വിവിധ പേജുകളിൽ ഒരു പേജാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഈ ഒരു പേജ്. ഈ പേജിനകത്ത് ലോഗോയും കവർ പിക്ചറും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഇന്നത്തെ ക്ലാസിന്റെ പോസ്റ്ററാണ്. സെപ്റ്റംബർ 22 സൺഡേ, ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസിന്റെ പോസ്റ്ററാണ് ഈ കാണുന്നത്. അതിൻ്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ വീണ്ടും താഴേക്ക് വരുവാണെങ്കിൽ ഓക്കെ, ബൂസ്റ്റ് പോസ്റ്റ്, ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കിട്ടണമെങ്കിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിനകത്ത് പോസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്തുള്ള പേജ് ക്രിയേറ്റ് ചെയ്യുക, പേജിനകത്തേക്ക് പോസ്റ്റ് ഇടുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ഈ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വന്നു കഴിയും. ഓക്കെ, ഈ പ്രൊമോട്ട് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്കൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തുള്ള ഏത് വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജെൻഡർ, ഓൾ മെൻ ഓർ വിമൻ, അതായത് പുരുഷന്മാരെ മാത്രം കാണിച്ചാൽ മതിയോ സ്ത്രീകളെ മാത്രം കാണിച്ചാൽ മതിയോ, രണ്ട് കൂട്ടരെയും
കാണിക്കണമോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം പ്രൊമോട്ട് ചെയ്യേണ്ടത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏജ് ഗ്രൂപ്പ്, സ്റ്റാർട്ടിംഗ് ഏജ്, എൻഡിങ് ഏജ്, ഇത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം പ്രൊമോട്ട് ചെയ്യേണ്ടത്, അവരെയാണ് ഇത് പരസ്യം കാണിക്കേണ്ടത്. ഇനി താഴേക്ക് വരുമ്പോൾ ഏത് സ്ഥലത്തുള്ളവരെ കാണിക്കണം, ലൊക്കേഷൻ നമുക്ക് ഈ മാപ്പിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം തൃശ്ശൂരുള്ള ആൾക്കാരെ കാണിക്കണമെങ്കിൽ ഇവിടെ തൃശ്ശൂർ എന്ന് നമുക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ ലൊക്കേഷൻ നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടും. ഇതിൽ തന്നെ എത്ര കിലോമീറ്റർ ചുറ്റളവ് എന്നൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ 2 കിലോമീറ്ററോ നമുക്ക് ഇതേപോലെ ഈ ഒരു സർക്കിളിന്റെ വലിപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി തൃശ്ശൂർ മാത്രമല്ല, കൊച്ചിയും കൂടെ വേണമെങ്കിൽ കൊച്ചിയുടെ മുകളിൽ നമുക്ക് ഇതേപോലെ കൊണ്ടുപോയി സർക്കിൾ ഫോം ചെയ്യാൻ സാധിക്കും. ഈ സർക്കിളിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കേരളം ഫുള്ള് വേണമെങ്കിൽ കേരള എന്ന് കൊടുക്കാം. ഇപ്പൊ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ പരസ്യം ചെയ്യണമെങ്കിൽ ഇവിടെ ദുബായ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദുബായ് ലൊക്കേഷൻ നമുക്ക് ഇതേപോലെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ മാപ്പിനകത്ത് നമുക്ക് എത്ര സ്ഥലങ്ങൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയൊരു സ്ഥലം വേണമെങ്കിൽ നമുക്ക് പറ്റും. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് പരസ്യം കാണിച്ചാൽ മതിയെങ്കിൽ അത് മാത്രം വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ കൊണ്ട് തീരുന്നില്ല ടാർഗറ്റിംഗ്. ഇവിടെ നോക്കിയാൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരെ പരസ്യം കാണിക്കണം, എന്തിൽ താല്പര്യമുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണം. ഓക്കെ, ഇപ്പൊ ബിസിനസ് ഓണർ എന്ന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് പരസ്യം കാണിക്കും, ബിസിനസ് ഓണർ. ഇനി ഒരു റെസ്റ്റോറന്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഇവിടെ ഫുഡെന്നും ഡ്രിങ്കെന്നും ഒക്കെ കൊടുക്കുക, റെസ്റ്റോറന്റ് എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വെളിയിൽ പോയി കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ പരസ്യം കാണിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പരസ്യമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ പരസ്യം കാണിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഇൻഷുറൻസ് എന്ന് കൊടുത്തപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ് എന്നൊക്കെ കാണുന്നു. അപ്പൊ ഞാൻ ഇവിടെ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ നേരത്തെ കാണുകയും അതുമായിട്ട് അതിനെ ലൈക്ക് അടിക്കുകയോ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്ത ആൾക്കാരെ നമ്മുടെ പരസ്യവും കാണിക്കും. അതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇൻട്രസ്റ്റും ആൾക്കാരുടെ ജോബും ലൊക്കേഷനും എല്ലാം വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് അവരെ പരസ്യം കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പരസ്യം സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആഡ് കൊടുക്കുമ്പോൾ അതങ്ങ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇതിന് എന്ത് കോസ്റ്റ് വരും? ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് വെറും 90 രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരസ്യം കൊടുക്കാൻ സാധിക്കും. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാരിലേക്ക് ഈ പരസ്യം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിനിമം ചാർജ് 90 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര ദിവസം ഓടിക്കണം എന്നുള്ളത് ഈ കലണ്ടറിൽ സെറ്റ് ചെയ്യാം. 1 ദിവസം വേണോ, 2 ദിവസം വേണോ, ഒരാഴ്ച വേണോ എന്നൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പൈസ അടയ്ക്കാൻ ഇവിടെ തന്നെ നമുക്കുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആഡ് ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പൈസ അടയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വഴി നമുക്ക് പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ പേയും എല്ലാം ഉണ്ട്, ഗൂഗിൾ പേ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതുവഴി പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ അഡ്വർടൈസ്മെന്റ് ആക്റ്റീവ് ആകുമ്പോൾ ഇത് റൺ ചെയ്യുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ താഴെ കാണുന്ന ബട്ടൺ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കോൾ ബട്ടൺ വേണ്ട, നമുക്ക് വാട്സാപ്പ് ചാറ്റ് ബട്ടൺ മതിയെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൻഡ് മെസ്സേജ്, വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്, പിന്നെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് അയക്കുന്നത്, വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഇതിന് പറയുന്നത് ബൂസ്റ്റ് പോസ്റ്റ് എന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബൂസ്റ്റ് പോസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഇതേപോലെ പ്രോപ്പറായിട്ട് ആഡ് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ നമുക്ക് ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു കാണും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആയിരിക്കും പരസ്യം കണ്ടത്. അപ്പൊ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ബിസിനസ് ചെയ്യുന്നവരെ ഈ പരസ്യം കാണിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ പരസ്യം കാണിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവര്, അതേപോലെ തന്നെ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവര്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് പ്രകാരമായിരിക്കാം ആ പരസ്യം നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരികയും ഈ ക്ലാസ്സിലേക്ക് വരികയും ചെയ്തത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. അതായത് ബിസിനസ് ചെയ്യുന്നവരോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരോ, അതേപോലെ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ, ഓക്കെ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ താല്പര്യമുള്ളവരിലേക്ക് അത് എത്തുകയും അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. ഫേസ്ബുക്കിന്റെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു പാനൽ തന്നെ ഫേസ്ബുക്കിനുണ്ട്, ആഡ്സ് മാനേജർ.
ഇപ്പൊ ഞാൻ കാണിച്ചത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേജിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ആഡ്സ് മാനേജറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പാനലുണ്ട്. ഞാൻ അത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ എടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലേക്ക് ആദ്യം ലോഗിൻ ചെയ്യുക. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഫേസ്ബുക്കിലേക്ക് തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇടതുവശത്ത് നമുക്ക് ഇവിടെ സീ മോർ എന്ന് പറയുന്ന സ്ഥലത്ത് ആഡ്സ് മാനേജർ കാണാൻ പറ്റും. മൊബൈലിലാണെങ്കിൽ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ആഡ്സ് മാനേജർ എന്ന് കാണാൻ സാധിക്കും. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് വരാൻ പറ്റും. ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് അവിടെ നമുക്ക് പലതരത്തിലുള്ള ആഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലേക്ക് പോകുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മെസ്സഞ്ചറിലേക്ക് പോകുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോൾ കോള് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനലാണ് ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ആഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് എൻക്വയറീസ് ലഭിക്കും. ഓക്കെ, ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ചില ആഡിന്റെ റിസൾട്ടുകൾ ഞാനിവിടെ കാണിക്കാം. ഇപ്പൊ ഞാൻ പല കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആഡുകൾ റൺ ചെയ്യാറുണ്ട്. BPCL, അതേപോലെ തന്നെ മഹീന്ദ്ര ഹോം ലോൺസ്, ഇവർക്കൊക്കെ വേണ്ടി ആഡുകൾ സെറ്റ് ചെയ്യാറുണ്ട്. മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടിയിട്ട് റൺ ചെയ്ത ഒരു ആഡിന്റെ ഒരു റിസൾട്ട് ഞാൻ ഇവിടെ കാണിക്കാം. 1 മിനിറ്റ് കൊണ്ട് കാണിക്കാം. ഓക്കെ, മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടിയിട്ട് കൊച്ചിയിലും അതേപോലെ തന്നെ കണ്ണൂർ ലൊക്കേഷനും ട്രിവാൻഡ്രം ലൊക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആഡിന്റെ റിസൾട്ട്സ് ആണ് നിങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഒരു ഡേറ്റ കിട്ടാൻ എത്ര രൂപ കോസ്റ്റ് വന്നു നോക്കിയേ. നോക്കി, ഈ ഒരു ആഡ് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്ത ആഡാണ്. 2 രൂപ 81 പൈസയ്ക്ക് ഒരു ലീഡ് കിട്ടിയിരിക്കുന്നു. ഒരു കസ്റ്റമർ ഡേറ്റ ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു എൻക്വയറി ലഭിക്കാൻ 2 രൂപ 81 പൈസ എന്ന് പറഞ്ഞാൽ 666 പേരുടെ ഡേറ്റ ലഭിക്കാൻ, എൻക്വയറീസ് ലഭിക്കാൻ 1872 രൂപ മാത്രമാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നോക്കി, ഇതിന് 6 രൂപ 23 പൈസ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് 772 രൂപ മുടക്കിയപ്പോൾ 124 എൻക്വയറീസ് ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒന്ന് സൂമിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ആഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് എൻക്വയറീസ് ലഭിക്കും. നോക്കി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 രൂപ 81 പൈസയ്ക്ക് 666 പേരുടെ ഡേറ്റ ലഭിക്കാൻ 1872 രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. 2 രൂപ 81 പൈസയ്ക്ക് ഒരു എൻക്വയറി വന്നിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ 3 രൂപ 69 പൈസയ്ക്ക് ഒരു എൻക്വയറി വന്നിരിക്കുന്നു. 753 ഡേറ്റ ലഭിക്കാൻ, എൻക്വയറീസ് ലഭിക്കാൻ 2779 രൂപ മാത്രമാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ആഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് ലഭിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിലേക്ക് ഞാൻ ഇവിടെ തിരിച്ചു വരുമ്പോൾ നോക്കിയേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ 2 സ്കില്ലും, അതായത് ആദ്യം ഞാൻ കാണിച്ച ഡിസൈൻ ചെയ്യുന്ന സ്കില്ലും രണ്ടാമത് ഇപ്പൊ കാണിച്ച ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്കില്ലും നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ സർവീസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഈ സർവീസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 30,000 രൂപ പേ ചെയ്യുന്ന ഒരു 10 ക്ലയൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ ഒരു മാസം 3 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ക്ലയൻസ് 50,000 പേ ചെയ്യുന്ന 6 ക്ലയൻസിനെ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ ഒരു മാസത്തിൽ 3 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മാസം 3 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് എങ്ങനെ സാധ്യമാകും? ഓക്കെ, നമ്മൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്ക് എങ്ങനെ കസ്റ്റമർ കണ്ടെത്താൻ പറ്റും, എങ്ങനെ ക്ലയൻസിനെ കണ്ടെത്താൻ പറ്റും, നമുക്ക് പേ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? അതാണല്ലോ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്നുള്ള രീതിയിൽ തന്നെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ആഡുകൾ റൺ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്യാൻവയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്നൊന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ തന്നെ ഡിസൈൻസ് നമുക്ക് ക്യാൻവയിൽ നിന്ന് കിട്ടും. ഓക്കെ, ക്യാൻവ എല്ലാത്തിൻ്റെയും ഒരു സൂപ്പർ മാർക്കറ്റാണ്, ഡിസൈൻസിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്യാൻവ എടുത്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. സർവീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ഡിസൈൻ ചെയ്യാൻ ഒരുപാട് തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരുപാട് നല്ല അടിപൊളി ഡിസൈൻസ് ഉണ്ട്. ഈ വന്നിരിക്കുന്ന ഡിസൈൻസിനകത്ത് ഫോൺ നമ്പറും ലോഗോയും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇത് വെച്ച് തന്നെ നമുക്ക് അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എൻക്വയറീസ് കിട്ടും. ആ എൻക്വയറീസിൽ കുറഞ്ഞ കോസ്റ്റിൽ ആദ്യം വർക്കുകൾ എടുക്കുക. കുറഞ്ഞ കോസ്റ്റിൽ, കാരണം നമുക്ക് പലതും ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞ കോസ്റ്റിലെടുത്ത് ചെയ്ത് കൊടുത്ത് ആ കസ്റ്റമറെ നിലനിർത്തിയതിനു ശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് റേറ്റ് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫേസ്ബുക്ക് ആഡ്സും ഡിസൈനും
നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇനി സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ ഇത് രണ്ടും പഠിച്ചതിന് ശേഷം നമുക്ക് കസ്റ്റമർ എൻക്വയറീസ് എല്ലാ ദിവസവും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് കൊടുക്കുന്നതുമാണ്. ഇത് മാത്രമല്ല, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കാണാം. റേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട് സൗരവ്. ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. സൗരവ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുമോ? പ്രോഗ്രാമിംഗ് ഇല്ലാതെ നിർമ്മിക്കാൻ സാധിക്കുമോ? മുൻപരിചയം ഇല്ലാതെ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ? പ്രോഗ്രാമിംഗ് ഇല്ലാതെ റെഡിയാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 2-3 മിനിറ്റിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ടൂളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. 2-3 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, യാതൊരു പ്രോഗ്രാമിംഗും ഇല്ലാതെ. അതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. AI ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ മിക്സോ എന്ന് പറയുന്ന ഒരു ടൂള് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വെബ്സൈറ്റ് ക്രിയേഷൻ ആണ്. AI ബേസ്ഡ് വെബ്സൈറ്റ് ക്രിയേഷൻ. www.mixo.io എന്നാണ് സൈറ്റിന്റെ പേര്. mixo.io. ഈ ഒരു സൈറ്റിലേക്ക് ചെന്നിട്ട് നമുക്കൊരു കമാൻഡ് കൊടുത്ത് നോക്കാം. അത് തനിയെ വെബ്സൈറ്റ് നമുക്ക് നിർമ്മിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ mixo.io എന്ന് പറയുന്ന സൈറ്റ് എടുത്തു. ലോഞ്ച് എ വെബ്സൈറ്റ് ഇൻ സെക്കൻഡുകൾക്കുള്ളിൽ വെബ്സൈറ്റ് നിർമ്മിക്കാം വിത്ത് AI. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു കമാൻഡ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഫിറ്റ്നസ് സെന്റർ ഒരു ജിംനേഷ്യമാണ് നടത്തുന്നിരിക്കട്ടെ. അപ്പം ജിംനേഷ്യത്തിന് പറ്റിയ ഒരു വെബ്സൈറ്റ് വേണം. അത് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കാം. ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ ഗാലക്സി ഫിറ്റ്നസ് ഇൻ കൊച്ചി ഇൻ ഇന്ത്യ. ഗാലക്സി ഫിറ്റ്നസ് എന്നാണ് എൻ്റെ ജിമ്മിന്റെ പേര്, ജിംനേഷ്യത്തിന്റെ പേര്. അപ്പോൾ അതിന് പറ്റിയ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയതിനുള്ള കമാൻഡ് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി ഒരു ഫോൺ നമ്പറും കൂടെ നമുക്ക് ആ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് ഗെറ്റ് കോൺടാക്റ്റഡിൽ വന്നതിന് ശേഷം ഫോൺ നമ്പറും കൂടെ നമ്മളിവിടെ കൊടുക്കുക. കൊടുത്തു. ഇനി ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ 2 കൈകളും ഫ്രീ ആണ്. അത് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു, അതിപ്പോൾ ഇമേജുകൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രോഗ്രാമിംഗ് ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിച്ച് കഴിഞ്ഞു. 1 മിനിറ്റ് പോലും സമയമെടുത്തില്ല. ഓക്കെ, ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. യുവർ അൾട്ടിമേറ്റ് ഫിറ്റ്നസ് ഡെസ്റ്റിനേഷൻ ഇൻ കൊച്ചി, അത് തന്നെ ഉണ്ടാക്കിയ വാചകമാണ്. ഓക്കെ, ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകളാണ് ഈ വന്നിരിക്കുന്നത്. ജിമ്മിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും ജിമ്മിന്റെ അതായത് ഫിറ്റ്നസിന്റെ പൊസിഷൻസും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് റീജനറേറ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റൈലുകൾ ഇപ്പോൾ ഇത് മാറ്റിത്തരും. നോക്കി, ഇപ്പോൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വെബ്സൈറ്റ് ആയിട്ട് ഇത് മാറി. വീണ്ടും റീജനറേറ്റ് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റൈല് വീണ്ടും മാറ്റിത്തരും. നോക്കി, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് റീജനറേറ്റ് സ്റ്റൈൽ. അതിന്റെ സ്റ്റൈല് വീണ്ടും അത് മാറ്റി തന്നിരിക്കുന്നു. ഓക്കെ, ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ലോഗോയോ മറ്റെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ തന്നെ കസ്റ്റമൈസ് ബ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കസ്റ്റമൈസ് ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തന്ന ലോഗോയോ പേരോ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ഞാനിവിടെ ഈ ലോഗോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് അപ്ലോഡ് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇതിനകത്തേക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാനൊരു ലോഗോ ഡെസ്ക്ടോപ്പിൽ നിന്ന് തൽക്കാലത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലോഗോ ഇപ്പം ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ സൈറ്റിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത ലോഗോ വന്നു കഴിഞ്ഞു. ആ ലോഗോയാണ് ഇവിടെ ഇപ്പം മുകളിൽ കാണുന്നത്, ഗാലക്സി ഫിറ്റ്നസിന് ഇവിടെ കാണുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് എടുക്കാം. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പെയ്ഡ് വേർഷനിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പെയ്ഡ് വേർഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. ഫ്രീ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാം. ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് ഇവിടെ നമുക്ക് സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് ലിങ്ക് ആയിട്ട് എടുക്കാം. നോക്കി, ഞാൻ ഇതിനകത്ത് നിരവധി വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഞാൻ പല വെബ്സൈറ്റുകൾ നിർമ്മിച്ചതും പല ക്ലാസ്സുകളുടെ ഡെമോ കാണിച്ചിട്ടുള്ളതുമാണ് ഈ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നിരവധി വെബ്സൈറ്റുകൾ ഇതിനകത്ത് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ച വെബ്സൈറ്റിന്റെ ഔട്ട്പുട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇവിടെ എഡിറ്റ് സൈറ്റ് കൊടുത്തിട്ട് ഫൈനൽ പബ്ലിഷ് കൊടുക്കാൻ പോവുകയാണ്. എഡിറ്റ് സൈറ്റ് കൊടുത്തു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിഷ് എന്നുള്ളതാണ്. പബ്ലിഷ് മീൻസ് ഇത് നേരെ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, പബ്ലിഷ് കൊടുത്തു. ഇതിപ്പോൾ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ
അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുന്നു. ഞാൻ ആകെ കൊടുത്തത് എനിക്ക് എന്ത് വെബ്സൈറ്റ് വേണം എന്നുള്ള ഒരു കമാൻഡ് മാത്രമാണ് കൊടുത്തത്. അത് ഫൈനൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലിങ്ക് ഇപ്പോൾ ഞാൻ ചാറ്റിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡിംഗ് സൈറ്റ് ടു സെർവർ, സൈറ്റിനെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഫൈനലൈസിങ് സൈറ്റ് പബ്ലിഷ്, നമ്മുടെ സൈറ്റ് ലിങ്ക് ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് ആണ് നമുക്കിപ്പോൾ ഇവിടെ അത് തരാൻ പോകുന്നത്. ഓക്കെ, ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ഗാലക്സി ഫിറ്റ്നസ് എന്ന വെബ്സൈറ്റിന്റെ ഡിസൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കോൺടാക്ട് അസിന്റെ അടിയിൽ കണ്ടോ കോൾ അസ് എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് കോൾ വരും നമുക്ക്. അപ്പൊ ഈ കിട്ടിയ വെബ്സൈറ്റിന്റെ ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് അയക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിർമ്മിച്ചത് ഫ്രീ ആയിട്ടുള്ള വേർഷൻ ഉപയോഗിച്ചുള്ളതാണ് നിർമ്മിച്ചത്. ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിക്കാം. ഇപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വെബ്സൈറ്റിനകത്ത് mixo.io എന്ന് പറയുന്ന ആ പേരെല്ലാം കൂടെ ചേർന്നായിരിക്കും ലിങ്ക് വരുന്നത്. ഓക്കെ, ഗാലക്സി ഫിറ്റ്നസ് എല്ലാം ഉണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ mixo.io ഒക്കെ വന്നു. ഇനി ഇതിനെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സ് വെച്ചിട്ട് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെയ്ഡ് വേർഷനിലേക്ക് മാറ്റിയാൽ നമ്മുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള വെബ് അഡ്രസ്സ് വെച്ചിട്ട് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇത് പെയ്ഡ് വേർഷൻ ആണെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത് ട്രൈ ചെയ്യാം. നല്ല കിടിലൻ സൈറ്റ് ആണ്. mixo.io എന്നാണ് ഈ സൈറ്റിന്റെ പേര്, mixo.io. mixo.io ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ സർവീസസ് നമ്മൾ mixo.io എന്നുള്ള ലിങ്ക് ഞാൻ ചാറ്റ് വിൻഡോയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സർവീസസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക്. ഇനി പ്രൊഫഷണൽ ആയിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ, പ്രൊഫഷണൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ 90% പേര് ചെയ്യാൻ പോകുന്നത് വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സൈറ്റ് നിർമ്മിക്കാം എന്നുള്ളത് നോക്കാം. വേർഡ് പ്രസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. വേർഡ് പ്രസ് എന്ന് പറയുന്ന കിടിലൻ ടൂളാണ് പറയുന്നത്, റെഡിയാണ്. ഓക്കെ, അതായത് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പ്രോഗ്രാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ മോഡലുകൾ 12,000-ലധികം വെബ്സൈറ്റിന്റെ മോഡലുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്താൽ മതി. വേർഡ് പ്രസ് എന്നാണ് ഈ ടൂളിന്റെ പേര്. ഞാൻ അടുത്ത പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റ് ക്രിയേഷൻ ടൂള്. ഓക്കെ, 40% വെബ്സൈറ്റുകൾ, ലോകത്തിലെ 40% വെബ്സൈറ്റുകൾ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ കമ്പനികളെല്ലാം ഇതാ ഉപയോഗിക്കുന്നത്. മെഴ്സിഡസ് ബെൻസ്, ടൊയോട്ട, ഫോർഡ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഈ വേർഡ് പ്രസ് എന്ന് പറയുന്ന സംഗതിയാണ്. എന്താണ് വേർഡ് പ്രസിന്റെ പ്രത്യേകത? വേർഡ് പ്രസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ wordpress.org എന്ന് പറയുന്ന സൈറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് വെബ്സൈറ്റുകളുടെ മോഡലുകൾ കാണാൻ സാധിക്കും. ഞാൻ wordpress.org ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, wordpress.org ഞാനൊന്ന് ഓപ്പൺ ചെയ്തു. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഓക്കെ, എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ തീംസ് എന്ന് കാണാൻ പറ്റും. തീം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. എത്ര മോഡലുകൾ ഉണ്ടെന്ന് നോക്കിയാൽ 12,000-ലധികം ഫ്രീ തീമുകളുടെ മോഡലുണ്ട്. ഒന്നും രണ്ടോ ഒന്നും അല്ല, 12,000-ലധികം വെബ്സൈറ്റിന്റെ മോഡലുകളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇൻഷുറൻസ് ഏജൻസിയുടെ ഉണ്ട്, സ്കൂളിന്റെ ഉണ്ട്, ന്യൂസ് പോർട്ടലിൻ്റെ ഉണ്ട്, ഇ കൊമേഴ്സ് സൈറ്റിൻ്റെ ഉണ്ട്. നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ ഞാനൊരു കഫേയുടെ സൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു 2-3 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വേർഡ് പ്രസ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേർഡ് പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസിക് തീം കിട്ടും. ഇതേപോലെ നമുക്കൊരു ബേസിക് തീം കിട്ടും. ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പെട്ടെന്ന് സൈറ്റാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. വേർഡ് പ്രസ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കിട്ടും. ഇത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന മാറ്റങ്ങളെല്ലാം വരുത്താൻ ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ അപ്പിയറൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ പോവുകയാണ്, തീം ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ഒരുപാട് തീമുകളും സ്റ്റൈലുകളും ഒക്കെ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. 12,000 എണ്ണം ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ കിടക്കുന്നത്. ഇതെനിക്ക് വേണ്ട. ഇതിന് പകരം ഞാൻ ഈ ഒരു തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ കാണുന്ന തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ടിവേറ്റ് ചെയ്യാൻ അതിന്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സ്റ്റൈൽ ഇപ്പോൾ മാറും. നമുക്ക് സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം സ്റ്റൈൽ മാറിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, സ്റ്റൈൽ മാറിക്കഴിഞ്ഞു. ഇതിനകത്ത് ചില ഡമ്മി ഇമേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ വേർഡ് പ്രസ് സൈറ്റ് എന്നുള്ളതൊക്കെ വന്നിരിക്കുന്നു. ഒരു ഡമ്മി ഫോൺ നമ്പറൊക്കെ വന്നു. ഇതൊക്കെ അങ്ങ് റീപ്ലേസ് ചെയ്താൽ നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. നോക്കി അതിനെ റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കസ്റ്റമൈസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു.
നമുക്ക് ഇതിനകത്ത് ആദ്യം ഇതിന്റെ പേര് തന്നെ മാറ്റാം. വേഡ് പ്രസ് സൈറ്റ് എന്നുള്ളത് മാറ്റി ഗാലക്സി കഫേ എന്ന് കൊടുക്കാം. ഒരു കഫേയുടെ വെബ്സൈറ്റ് ആണ് ഞാൻ ഇവിടെ നിർമ്മിക്കുന്നത്. ഓക്കെ, ഗാലക്സി കഫേ. ഫോൺ നമ്പറിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ കൊടുക്കുന്നു. പബ്ലിഷ് കൊടുത്തു, അത് സേവ് ചെയ്തു. ഇനി ഇമേജുകൾ മാറ്റിയിട്ട് നമുക്ക് കഫേയിൽ ഉപയോഗിക്കുന്ന ഇമേജുകൾ, ഇപ്പൊ നമ്മൾ കഫേയിൽ ബർഗറും നൂഡിൽസും ഒക്കെ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമേജുകൾ കൊടുക്കുക. ആ ഇമേജുകൾക്ക് നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ക്യാൻവയിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ക്യാൻവ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. canva.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻസ് ലഭിക്കും എന്നുള്ളത്. ഇപ്പൊ എനിക്ക് ബർഗറുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻ വേണമെങ്കിൽ നോക്കിയ ബർഗർ ബാനർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ബർഗർ ബാനർ എന്ന് പറഞ്ഞാൽ വീതിയുള്ള ഇമേജ് ആണ്. എവിടെയാണ് സെർച്ച് ചെയ്യുന്നത്? ക്യാൻവ എന്ന് പറയുന്ന സൈറ്റിനകത്താണ് സെർച്ച് ചെയ്യുന്നത്. ക്യാൻവ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള സൈറ്റാണ്. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ നോക്കി ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ലോഗോയോ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്ത സംഗതി നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കി, ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഇമേജിന് പകരം നമുക്ക് ബർഗറിന്റെ നൂഡിൽസിന്റെ ഒക്കെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ ക്യാൻവയിൽ നിന്ന് എടുത്ത ഇമേജ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തത്. നോക്കിയേ, ഇമേജ് മാറ്റി. സെക്കൻഡ് ഇമേജും ഇതേപോലെ നമുക്ക് എഡിറ്റ് സ്ലൈഡർ കൊടുക്കുക, ചേഞ്ച് ചെയ്യുക. എഡിറ്റ് സ്ലൈഡർ കൊടുത്തു, അതിന് പകരം വേറെ ഇമേജ് നമ്മൾ വെക്കുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു നൂഡിൽസിന്റെ ഇമേജ് കൊടുത്തു, സെക്കൻഡ് ഇമേജ് ചേഞ്ച് ചെയ്തു. തേർഡ് ഇമേജും ഇതേപോലെ നമുക്ക് എഡിറ്റ് സ്ലൈഡർ കൊടുക്കുന്നു, ചേഞ്ച് ചെയ്യുന്നു. എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇമേജുകൾ ഉണ്ടെങ്കിൽ ആ ഇമേജുകൾ അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റിന്റെ ലുക്ക് തന്നെ മാറും. ഓക്കെ, ഈ 3 ഇമേജുകൾ ഞാൻ മാറ്റി. ഇനി സൈറ്റിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഒരു നീല കളറിലാണുള്ളത്. നീല കളറിലുള്ളത് എനിക്കൊരു റെഡ് കളർ ആക്കണമെങ്കിൽ കളേഴ്സ് എടുക്കുക, കളേഴ്സിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളേഴ്സ് എടുത്തു, ഇവിടെ നിന്ന് റെഡ് കളർ കൊടുത്തു, പബ്ലിഷ് കൊടുത്തു. ഓക്കെ, ഇത് റെഡ് കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നോക്കിയാൽ ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു കഫേയുടെ സൈറ്റിന്റെ ഹോം പേജും ഇമേജുകളും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പം ഡിസൈൻ ചെയ്ത സൈറ്റിന്റെ ലിങ്ക് ആണ് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഇവിടെ ഞാൻ ചാറ്റ് വിൻഡോയിലേക്ക് ഇട്ടു. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഈസി ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അതാണ് ഈ വേഡ് പ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേഡ് പ്രസ് അല്ലെങ്കിൽ നേരത്തെ കാണിച്ച മിക്സോ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിച്ച് സ്വന്തം ആവശ്യത്തിന് നിർമ്മിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിനോടൊപ്പം തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സർവീസസും കൂടെ ആരംഭിക്കുക. ഇത് നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, വെബ്സൈറ്റ് ഡിസൈൻ സർവീസസ് ഡിസൈൻ ചെയ്യുന്നത് എല്ലാം നമുക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് 30,000 പേ ചെയ്യുന്ന 5 ക്ലയൻസിനെ കിട്ടിയാൽ തന്നെ 1.5 ലക്ഷം രൂപയായി. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത് 30,000 തരുന്ന 5 ക്ലയൻസിനെ കടത്തിയാൽ തന്നെ 1.5 ലക്ഷം രൂപ വേറെയും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരല്പം കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു ഞാൻ പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിന് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്ത് നടത്തുന്ന ഒരു സംഭവം ഞാൻ 2 മിനിറ്റിൽ പറയാം. ഓക്കെ, ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ നടത്തിയിട്ടുള്ള ക്ലാസ്സുകൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു. 2020 വരെ, കോവിഡിന് മുമ്പ് വരെ നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞു, സാർ ഇപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയത്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഫേസ്ബുക്ക് ആഡ് കൊടുക്കുന്നതിനെ പറ്റിയും. എൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനിക്കാർ വെബ്സൈറ്റ് നിർമ്മിക്കാൻ 35,000 രൂപ ആദ്യം വാങ്ങിച്ചു. അത് കൂടാതെ എല്ലാ വർഷവും 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റ് പുതുക്കാനെന്ന് പറഞ്ഞു. ഇത്രയും പൈസ കൊടുക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് എല്ലാ വർഷവും 2,000 അല്ലെങ്കിൽ 3,000 രൂപ റിന്യൂവൽ ചാർജ് കൊടുക്കേണ്ട സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ 22,900 രൂപ ഈടായിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. റെക്കോർഡ് വീഡിയോ തരുമോന്ന് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നത്. റെക്കോർഡ് വീഡിയോ തരുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല. ഈ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ റെക്കോർഡിങ്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ക്ലാസിന്റെ അവസാനം റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് ഇത് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞു, സാറേ എൻ്റെ ഇത്രയും പൈസ ഈടായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്താണ് ചെയ്യുക? ഞാൻ പറഞ്ഞു, വേഡ് പ്രസ്സിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാം. വേഡ് പ്രസ്സിലേക്ക് ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം സ്വന്തമായിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വേറൊരു ഏജൻസി ഇല്ലാതെ അദ്ദേഹം വെബ്സൈറ്റ് നിർമ്മിക്കുകയും അതുപോലെ തന്നെ ആ വെബ്സൈറ്റ് സ്വയം നിലനിർത്തി മുന്നോട്ട് പോവാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരല്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്.
ഇതിനകത്തുള്ള സംഗതി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വലിയ പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും റെക്കോർഡ് ഇവിടെ ചോദിക്കാതെ നിങ്ങൾ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിൻസിന് മെസ്സേജ് അയക്കുക. ഓക്കെ, റെക്കോർഡിങ്സ് കിട്ടുമോ എന്നില്ലോ എന്ന് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ നെറ്റിന്റെ സ്ട്രീമിംഗ് അനുസരിച്ചായിരിക്കും റെക്കോർഡ് എങ്ങനെ പോകുന്നു ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ സർവീസസ് സ്വന്തമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സർവീസസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് ആ പൈസ ലാഭിക്കാം എന്നുള്ളത് കൂടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനോടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്തതിനോട് ഞാൻ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ബിസിനസ്സുകാരാണ്. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കും, അതുവഴി വേറെ ഒരുപാട് വർക്കുകൾ വരുമല്ലോ. അപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിൽ ചെയ്തു കൊടുക്കാൻ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ചിലർക്ക് അത് കേൾക്കാറുണ്ട്, ചിലർക്ക് പറയുന്നത് നമ്മൾ ബിസിനസ് അല്ലേ ചെയ്യുന്ന പറഞ്ഞ് ഇഷ്ടമുള്ള പൈസ ഈടാക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കസ്റ്റമറെ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ഒരാളുടെ നിന്ന് വലിയൊരു എമൗണ്ട് ആദ്യമേ മേടിച്ച് അവരങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു ബിസിനസ് രീതി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കസ്റ്റമറെ ലോങ് ടൈമിൽ ലൈഫ് ലോങ് ആയിട്ട് നിലനിർത്തുക. ലൈഫ് ലോങ് ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരിൽ നിന്ന് തന്നെ നല്ലൊരു ഇൻകം പിന്നീട് ലഭിക്കും എന്നുള്ളതാണ്. അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഒരു കസ്റ്റമറെ നമ്മൾ ലോങ് ടൈമിൽ അഫോർഡബിൾ റേറ്റിൽ നിലനിർത്തുക. യെസ്, നിരവധി പേര് അതിന് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അതുപോലെ തന്നെ ഞാൻ 2016 ആക്ച്വലി ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് ബിസിനസ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 ഇത് ആരംഭിക്കാൻ ഞാനും ഒരു സ്റ്റാഫ് 2 പേരെ ഉള്ളായിരുന്നു നമ്മുടെ സ്ഥാപനത്തിൽ. ഇപ്പോൾ 35ഓളം പേരടങ്ങുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള 3 ബിസിനസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിവിടെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. എന്താണ് ആ ഒരു ബിസിനസ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്? ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ ഞാൻ ഇവിടെ പറയുന്ന ബിസിനസ് പ്രിൻസിപ്പിൾ 3 ബിസിനസ് പ്രിൻസിപ്പിൾ ഉണ്ട് സാധിക്കും. ഓക്കെ, അത് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. എന്ത് ബിസിനസ് പ്രിൻസിപ്പിൾ ആണ് ഞാൻ നമ്മുടെ ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്ററിന്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ബിസിനസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആദ്യം അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, വിൻ വിൻ വിൻ, അതായത് നമ്മുടെ ഒരു ബിസിനസ്സിനകത്ത് കസ്റ്റമർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. കസ്റ്റമർ വിൻ ചെയ്ത രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണം, അതുകൊണ്ട് മെച്ചം ഉണ്ടായെങ്കിൽ മാത്രമേ അവർ നമ്മളെ കസ്റ്റമറായിട്ട് പിന്നീട് തുടരത്തുള്ളൂ. രണ്ടാമത് നമ്മുടെ എംപ്ലോയീസിനെ കൂടെ നിർത്തുക. നമുക്ക് അവർക്ക് കൃത്യസമയത്ത് സാലറി ഇൻസെന്റീവ് ഒക്കെ കൊടുത്ത് കൂടെ നിർത്തി കഴിഞ്ഞാൽ അവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സപ്ലൈയേഴ്സ്, നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്നവർക്കും കൃത്യസമയത്ത് പേയ്മെന്റ് കൊടുത്ത് കൂടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിൻ ചെയ്യും. അതാണ് വിൻ 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 സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ ആണ് നമ്മൾ മനസ്സിൽ കണക്കാക്കേണ്ടത്, അല്ലാതെ വൺ ടൈം വാല്യൂ അല്ല. ആ കസ്റ്റമറെ എക്കാലവും നമ്മുടെ കൂടെ തന്നെ നിലനിർത്തുക. അഫോർഡബിൾ റേറ്റിലാണെങ്കിലും അവരെ തന്നെ കൂടെ നിർത്തുക, നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിർത്തുക. അതാണ് ബിസിനസ് വിജയിക്കാൻ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്ത് നമ്മുടെ ബിസിനസ്സിനകത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇതായിക്കോട്ടെ, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ പേടിക്കേണ്ടി വരുന്നില്ല. ഈ 3 പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ട്രെയിനിങ് ബിസിനസ്സിൽ അത് അപ്ലൈ ചെയ്യാറുള്ളത്. അത് പ്രകാരമാണ് 2016 2 സ്റ്റാഫിൽ നിന്ന് 35ഓളം സ്റ്റാഫുകളുടെ സ്ഥാപനമായിട്ട് ഇത് വളർന്ന് വന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല അത് നിങ്ങളുടെ എല്ലാം പിന്തുണയോട് കൂടിയാണ്. ഓക്കെ, ഞാൻ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ഇത് കഴിഞ്ഞ ചില ടോപ്പിക്കുകളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസിനെ പറ്റി കൂടി അവതരിപ്പിക്കാനുണ്ട്. അതേപോലെ ഇതിന് ശേഷം ഞാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ എങ്ങനെ നിർമ്മിക്കാം. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. AI വീഡിയോസ് ഒക്കെ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഇതേപോലത്തെ വീഡിയോകൾ. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച്. ഇതിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിനകത്ത് സംസാരിപ്പിച്ചതാണ് ഈ കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഓൺലൈൻ മണി മേക്കിംഗ്, അതേപോലെ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് ഒക്കെ നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് അവതരിപ്പിക്കാം. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്താണെന്നുള്ളത് ഒന്ന് അവതരിപ്പിക്കാം.
എന്നിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ടോപ്പിക്കുകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക്കുകളും അടങ്ങുന്ന ഒരു കോഴ്സാണിത്. 3 മാസത്തെ ലൈവ് ക്ലാസ് കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 വർഷമാണ്. 1 വർഷത്തേക്ക് ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സും ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ 1 വർഷത്തേക്ക് സപ്പോർട്ടിനുള്ള സ്റ്റാഫുകളും അവൈലബിൾ ആണ്. 1 വർഷത്തേക്ക് സപ്പോർട്ട് തരാൻ 6 സപ്പോർട്ട് സ്റ്റാഫുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ ഫോൺ നമ്പറുകൾ ലഭിക്കും, വാട്സാപ്പ് നമ്പർ ലഭിക്കും. അതേപോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ 1 വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് 3 മന്ത്സ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. 1 വർഷം വരെ കാത്തിരിക്കേണ്ട, എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 3 മന്ത്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് വരുവാണെങ്കിൽ 1 വർഷത്തിൽ 36 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നത് എങ്ങനെ എന്നുള്ള കംപ്ലീറ്റ് റൂട്ട് മാപ്പ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു കസ്റ്റമറെ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെ, ആ കസ്റ്റമറെ എങ്ങനെ നിലനിർത്താം, ആ കസ്റ്റമറെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എത്ര രൂപ നമുക്ക് ചാർജ് ചെയ്യണം, അതേപോലെ തന്നെ അവർക്കൊരു കൊട്ടേഷൻ കൊടുക്കുന്നത് എങ്ങനെ, ഇനി അങ്ങനെ ഒരു വർക്ക് വരുവാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തത് ഫേസ്ബുക്ക് ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ, ട്രാഫിക് ആഡ്, ബൂസ്റ്റ് പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഗൂഗിൾ ആഡ്സിനെ പറ്റി നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണുന്നുണ്ട്. ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ, പോസ്റ്ററുകൾ, ലോഗോയും ബ്രോഷറൊക്കെ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാം, പ്രൊഡക്റ്റുകൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൂടെ സെല് ചെയ്യുന്നത് എങ്ങനെ, പ്രൊഡക്റ്റ് ഇല്ലാത്തവർക്കും ആമസോണിലൂടെ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പേയ്മെന്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, പേയ്മെന്റ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെ, യൂട്യൂബ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത്, ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ യൂട്യൂബ് ഉപയോഗിക്കുന്നത്, വീഡിയോ എഡിറ്റിംഗ് കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രോത്ത് ഹാക്കിംഗ് എന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക്, അതേപോലെ തന്നെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അതേപോലെ ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 20 മോഡ്യൂൾസ് അടങ്ങുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പിക്കുകളായ ചാറ്റ് GPT, ജെമിനി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളും ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെ സൂമിലൂടെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. 12 ലൈവ് ക്ലാസ്സുകളാണ് ചൊവ്വാഴ്ചകളിൽ നടക്കുന്നത്. അതുകൂടാതെ സാറ്റർഡേസിൽ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ 12 ലൈവ് ക്ലാസ്സുകൾ സാറ്റർഡേസിലും ലഭിക്കും. അതുകൂടാതെ മെഗാ മീറ്റപ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകൾ, ഇത് ഓൺലൈനിലൂടെ നടക്കുന്ന മീറ്റപ്പുകളാണ്. 2016 മുതൽ 2024 വരെ നമ്മുടെ വിവിധ കോഴ്സുകളിൽ പങ്കെടുക്കുന്നവർ ഒന്നിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാം, ജോലിക്ക് ആളിനെ എടുക്കാം, ജോലി കൊടുക്കാം, ബിസിനസ് ഐഡിയകൾ ഷെയർ ചെയ്യാം, മാർക്കറ്റിംഗ് ഐഡിയകൾ ഷെയർ ചെയ്യാം. ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്നതോടുകൂടി എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിൽ പങ്കെടുക്കുകയും അതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 12 മെഗാ മീറ്റപ്സ് സാധിക്കും. അങ്ങനെ 36 ലൈവ് സെഷൻസ് ആണ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. ഇനി ഈ ഒരു കോഴ്സിനകത്ത് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ 4 വർഷത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോകൾ തുടക്കത്തിൽ കാണാൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈൻ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോകൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വരുവാണെങ്കിൽ ലൈവ് ക്ലാസ്സുകളാണ്. ഓക്കെ, ബാച്ച് 1 ലൈവ് ക്ലാസ് റെക്കോർഡിംഗ്. ബാച്ച് 1 എന്ന് പറയുന്നത് 2020 ജൂൺ മാസത്തിലാണ് ഓൺലൈൻ ബാച്ചുകൾ ആരംഭിച്ചത്. ഇപ്പൊ 2020 ജൂൺ മാസം മുതൽ കഴിഞ്ഞതിന്റെ അങ്ങേ ചൊവ്വാഴ്ച, കഴിഞ്ഞ ആഴ്ച ഓണമായിരുന്നു, ഓണത്തിന് തൊട്ട് മുമ്പ് എടുത്തിട്ടുള്ള ലൈവ് ക്ലാസ്. ഓക്കെ, 10th സെപ്റ്റംബർ 2024 അതുവരെയുള്ള ക്ലാസ്സുകൾ ആദ്യമേ തന്നെ ലഭിക്കും, റെക്കോർഡിങ്സ്. ഓക്കെ, ഇനി ഈ ക്ലാസ് പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കാൻ സാധിക്കും. കാരണം തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് നോക്കിയാൽ മതി, അത് നേരത്തെ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ ഓരോ ലൈവ് ക്ലാസ്സുകൾ നടക്കുമ്പോഴും ആ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഇവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏതെങ്കിലും ക്ലാസ് മിസ്സായാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിരവധി ബോണസുകൾ വേറെയുണ്ട്. ക്യാംടേഷ്യ സ്റ്റുഡിയോ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. കാരണം ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വളരെ പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ ഒറിജിനൽ വേർഷൻ, നിങ്ങൾ പുതിയ വേർഷൻ മേടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര കോസ്റ്റ് വരും എന്ന് ഇവിടെ കാണിക്കാം. ഓക്കെ,
കമ്പയർ പ്ലാൻസ് വരികയാണെങ്കിൽ ക്യാംബ്രിഷ്യ സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ വെർഷൻ മേടിക്കാൻ 17,682 രൂപയാണ് വരുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ തന്നെ ലൈസൻസ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇത് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നുണ്ട്. ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ്, ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സ് അടങ്ങുന്ന ബണ്ടിൽ ലഭിക്കും. 2 വർഷത്തെ കണ്ടന്റ് കലണ്ടർ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് കലണ്ടർ ലഭിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കും. വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ് കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ്. ഈ കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറുകൾ, റെക്കോർഡഡ് വീഡിയോസ്, PDF ബുക്ക്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ എല്ലാം അടങ്ങുന്നത്. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കുക. അത് 6,500 രൂപ മാത്രമാണ് ആ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടുന്നത്. നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അതിന്റെ അഡ്മിനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്ന എക്സിക്യൂട്ടീവിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമാനം കിട്ടുന്ന നമ്മുടെ ലേൺ ആൻഡ് ഏണിന്റെ ഭാഗമായി മാറാൻ സാധിക്കും. എന്താണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരുമാനം കിട്ടുന്ന സംവിധാനമാണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്നത്. അപ്പോൾ ലേൺ ആൻഡ് ഏണിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ റെഫറൽസിലും നിന്നും നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിലേക്ക് മുടക്കിയ പൈസ തന്നെ 1-2 ആഴ്ച കൊണ്ട് നേടാനും സാധിക്കും ലേൺ ആൻഡ് ഏണിന്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓഫർ ഫീസ് എന്ന് പറയുന്നത് 6,500 ആണ്. ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് ഇത് വരുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. എന്നിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ലൈവായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരും. പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ ക്ലാസിന്റെ ഡേറ്റും ലിങ്കും കാര്യങ്ങളും എല്ലാം ലഭിക്കും. സെപ്റ്റംബർ 24, ഒക്ടോബർ 1, ഒക്ടോബർ 8 ഇങ്ങനെ ക്ലാസിന്റെ ലിങ്കും ഡേറ്റും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകളും ഇവിടെ നിന്ന് ലഭിക്കും. അതുകൂടാതെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും ഇന്ന് തന്നെ ലഭിക്കും. പഠനം ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ഉള്ളവരെ കാണാൻ സാധിക്കും. എനിക്കിവിടെ അൺമ്യൂട്ട് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഉള്ളവർ ചോദിക്കാവുന്നതാണ്. സാംസങ് SM അൺമ്യൂട്ട് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഖാദർ ആലംകോടാണ്. അത് കഴിഞ്ഞ് ജുറൈജ്. സാംസങ് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഖാദർ ആലംകോട്. ഓക്കെ, ചോദിച്ചോളൂ ഖാദർ ആലംകോട്. ഞാൻ എൻ്റെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ കൂടെ കൂടിയിരുന്നു. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിരുന്നു. അതിന്റെ സർട്ടിഫിക്കറ്റ് പല പ്രാവശ്യം ചോദിച്ചിട്ടും കിട്ടിയില്ല. സർട്ടിഫിക്കറ്റ് ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനുള്ള അഡ്മിന് മെസ്സേജ് അയക്കുക. സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ലഭിക്കും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് വരും സർട്ടിഫിക്കറ്റ്. സാറിന്റെ ഏത് ഗ്രൂപ്പാണെന്ന് അറിയാമോ? ഗ്രൂപ്പ് നമ്പർ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല സാറേ, ഒരു 1.5 വർഷമായി. 1 വർഷമായി. ഒരു 1.5 വർഷമായി. അത് പ്രശ്നമില്ല. 1.5 വർഷമായാലും സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഞാനൊരു സാറിനെ പേഴ്സണലായിട്ട് വിളിച്ചാൽ നമ്പർ ഉണ്ടാവോ? അതെ, ഞാൻ ഒരു നമ്പർ ഇപ്പൊ അയച്ചു തരുന്നുണ്ട്. ഞാനിപ്പോ ഒരു നമ്പർ അയച്ചിരിക്കുന്നുണ്ടോ? സാധാരണ കിട്ടിയോ? ഡയറക്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ടോ? ഒരു മെസ്സേജ് ഇപ്പൊ അയച്ചത് കണ്ടോ? ചാറ്റ് വിൻഡോയിൽ നേരിട്ട് അയച്ചിരിക്കുന്നത്. അല്ലല്ല, ഇതിൽ തന്നെ ആ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. റഷീദ് അലി സാർ അൺമ്യൂട്ട് ചെയ്യാം. നമസ്കാരം.
റഷീദലി മാസ്റ്റർ മഞ്ചേരി. മഞ്ചേരി സാർ പറഞ്ഞോളൂ. സാർ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയാതെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞത് വളരെ താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ പല മീറ്റിങ്ങുകൾ മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷേ അവിടെയൊക്കെ വലിച്ചു നീട്ടി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാറ് അതല്ല. ഇത് കാര്യങ്ങൾ ഹ്രസ്വമായിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ് കിട്ടാൻ എനിക്ക് താല്പര്യം. ഒരുപാട് നന്ദി സാറിന്റെ നല്ല വാക്കുകൾ. ഒരുപാട് നന്ദി. ഞാനിത് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത് എനിക്ക് ഈ ജോബ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. 2016 ബാംഗ്ലൂരിലുള്ള വിപ്രോയിലുള്ള ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് പ്രോഗ്രാം എഴുതുന്നതിനേക്കാളും രസമുള്ള സംഗതിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നതും. നമ്മൾ കേട്ടതിൽ വളരെ കുറവാണ് സാർ. അതെ, ഏത് സാധാരണക്കാർ ഉപകാരപ്പെടും, ആർക്കും പഠിക്കാൻ പറ്റുന്നുള്ളത് ഇപ്പോഴേ നമുക്ക് മനസ്സിലായത്. ഓക്കെ. ഒരുപാട് നന്ദി സാറിന്റെ വാക്കുകൾക്ക്. ഇനി നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇല്ല, പക്ഷെ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആവശ്യപ്പെടുന്നുണ്ട്. കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ ഒരു മീറ്റിംഗ് പോലെ സംഘടിപ്പിക്കാനെങ്കിൽ വരാമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും 2020 വരെ എല്ലാ ആഴ്ചകളിലും ഞാൻ കൊച്ചിയിലോ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂരോ എല്ലായിടത്തും ഹോട്ടലുകളിൽ വെച്ച് ക്ലാസ് നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും ഉണ്ടായിരുന്നു ക്ലാസ് 2020 വരെ. കോവിഡിന് ശേഷം നമ്മളെല്ലാം ഓൺലൈനിലാക്കിയപ്പോഴത്തേക്ക് ഓൺലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട്. ഇനിയും അത് വീണ്ടും സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാറിന്റെ സജഷന് ഒരുപാട് നന്ദി. എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു സാർ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇത് ഓൺലൈൻ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടുമോ? എനിക്ക് വളരെ താല്പര്യമായിട്ട് പഠിക്കാൻ. തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. കാരണം ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസിന് പ്രയോജനം കിട്ടുന്നതുകൊണ്ടാണ് ഓൺലൈനിൽ തന്നെ നമ്മൾ തുടരുന്നത്. പിന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. റെക്കോർഡിങ്സ് എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ എന്തായാലും പങ്കെടുക്കും. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയക്കുന്ന അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞ് എന്താണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഞാനത് ഇവിടെ കാണിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ലിമിറ്റഡ് ഓഫറാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. പേയ്മെന്റ് അടച്ചവരുടെ പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ ഗൂഗിൾ പേയിൽ വന്നിരിക്കുന്ന പേയ്മെന്റ് അടച്ചവരുടെ പേര് ഞാൻ വിളിക്കാം. ബിജിയുടെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ശ്രീജിത്ത്, ജോർജ്, മാർവ, മൊയ്തീൻ, നിഹാസ്, മുഹമ്മദ്. അപ്പോൾ ഇവര് ഗൂഗിൾ പേയിൽ അടച്ചവർ പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലിങ്ക് വഴി അടച്ചവരും പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ചവരും. ഓക്കെ, അതുപോലെ ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. 14,500. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 7,500 പ്ലസ് 7,000 2 ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ വരുന്നത്. കഴിയാത്ത ഗ്രൂപ്പിൽ 6,500 ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ അവർക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരികയാണ്. രാധാകൃഷ്ണൻ സാർ അഡ്മിറ്റ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാറേ, ഈ ഓഡിയൻസിന്റെ വന്നിട്ട് നമ്മള് പേയ്മെന്റ് 1 ഡേ പേയ്മെന്റ് ഇട്ടപ്പോഴ് അവര് പബ്ലിഷ് ബട്ടൺ വരുന്ന അപ്പിയർ ചെയ്യുന്നില്ല. പബ്ലിഷ് ബട്ടൺ കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പം ഒരു 400 ആയപ്പോഴ് പബ്ലിഷ് ബട്ടൺ അപ്പിയർ ആയി. അപ്പൊ 1 ഡേ മിനിമം 4 days എങ്കിലും വേണം നമ്മൾ ഇതിനകത്ത് ആഡ് കൊടുക്കാൻ. അല്ല, ഇത് ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവൻ സിംഗിൾ ഡേ വേണമെങ്കിൽ റൺ ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് കൂടുതലാണ്. അതെ, കൂടുതൽ വേണ്ടി വരും. കാരണം ഓഡിയൻസിന്റെ സൈസ് കൂടുതലാണെങ്കിൽ ബഡ്ജറ്റ് നമുക്ക് ഒരു മിനിമം ബഡ്ജറ്റ് ഇട്ടാലായിരുന്നു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അതെ. വൺ മോർ തിങ്, നമ്മുടെ ഈ ഓഡിയൻസ് സെലക്ട് ചെയ്യുന്നതിനകത്ത് എങ്ങനെ? ഞാൻ അതിൽ പോയിട്ട് ഓഡിയൻസ് സെലക്ട് ചെയ്ത് ഞാൻ എന്റെ പ്ലേസ് ഇത്ര ഏരിയയിൽ വേണം എന്നൊക്കെ കൊടുത്തു. പക്ഷെ അത് കൂടുതൽ എങ്ങനെ നമ്മള് ഏജ് ഒക്കെ കൊടുത്തു, ലൊക്കേഷൻ കൊടുത്തു, ജെൻഡർ ആണോ അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഫർദർ എന്തെങ്കിലും നമുക്ക് എവിടുന്ന് അത് നോക്കേണ്ടത്? ഫർദർ അതിന്റെ അടിയിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പിന്നെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ആ ഫേസ്ബുക്ക് ആഡ് സാർ ബൂസ്റ്റ് പോസ്റ്റ് ആണോ കൊടുത്തത്? അതെ, ഓഡിയൻസ് ഡീറ്റെയിൽസ് അതാണോ? അതെ. അതിനകത്ത് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിന് നമുക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണം? ഇപ്പം ഹൗസ് വൈഫ്സിനെ കാണിക്കണമോ, സ്റ്റുഡൻസിനെ പരസ്യം കാണിക്കണമോ, ബിസിനസ് ഓണേഴ്സിനെ കാണിക്കണമോ,
ആർക്കിടെക്ട്സിനെ പരസ്യം കാണിക്കണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാർ അതെനിക്ക് കിട്ടുന്നില്ല, അതായത് ചോദിച്ചു. സാർ ബൂസ്റ്റ് പോസ്റ്റിൽ ചെയ്തത് അല്ലേ? ബൂസ്റ്റ് പോസ്റ്റ്, ആന്നു അതെ അതെ ആന്നു അതെ. ബൂസ്റ്റ് പോസ്റ്റിൽ നമ്മൾ ഈ ബൂസ്റ്റ് പോസ്റ്റിലെ ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ് ഒക്കെ കൊടുക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ആണത് വരുന്നത്. ഞാൻ ആ ഓപ്ഷൻ കാണിക്കാം. ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. ഓക്കെ ഓക്കെ. അത് ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ബിസിനസ് ഓണർ എന്നൊക്കെ ഉള്ളത് ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ബ്രൗസ് ചെയ്യണം, അതിൽ ബ്രൗസ് ചെയ്യണം. അതെ അതെ, അവിടെ ബ്രൗസ് ചെയ്യണം. അവിടെ ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. എഡ്യൂക്കേഷൻ ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു താങ്ക് യു. Right. ഓക്കെ. അതേപോലെ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ എന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും നമ്മളിത് ഇതിന് വേണ്ടിയിട്ട് അല്പം സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാണ് ഈ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം എൻ്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കൂടെ പറഞ്ഞു തരാമോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ നിനക്കൊന്നും മനസ്സിലാവുന്നതെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടെന്ന്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരു അല്പം സമയം എടുക്കും, അത്രമാത്രം. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സുഖം കിട്ടും, അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ കോഴ്സിനകത്ത് ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം ബേസിക് മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്ന ആർക്കും ഇത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടി തന്നെയാണ് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ടെക്നിക്കലി നിങ്ങൾ വളരെ ബേസിക് നോളജ് ഉള്ളവരാണെങ്കിൽ പോലും ഇതുകൊണ്ട് പ്രയോജനപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് സപ്പോർട്ട് സ്റ്റാഫുകളെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതും ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളിൽ നേരിട്ട് എന്നോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ലൈവ് ക്ലാസ്സുകളിൽ വരികയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, ഞാൻ തന്നെ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ. അശ്വിൻ കുമാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഓക്കെ സമയം കഴിഞ്ഞില്ല. ഓക്കെ അതായത് നമ്മൾ ഹോട്ടലാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയാണ് മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്? എന്തായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ടാർഗറ്റ് ഫ്രീക്വന്റ് ട്രാവലേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ആ ടാർഗറ്റിംഗ് ഓപ്ഷനിൽ. അതേപോലെ തന്നെ ഇപ്പൊ ടൂർ പാക്കേജ് ഒക്കെ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് എൻക്വയറീസ് വരാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ വരാറുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ബാംഗ്ലൂർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ടൂർ പാക്കേജ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽ സ്റ്റേ. പിന്നെ ഫ്രീക്വന്റ് ട്രാവലേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ പരസ്യം കാണിക്കും, ഹോട്ടലിന്റെ പരസ്യം കാണിക്കും. ഓക്കെ, അതൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഏത് ഡെമോഗ്രഫിയാണ്, ഡെമോഗ്രഫിക്കകത്ത് ഏത് സെലക്ട് ചെയ്യേണ്ടത് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ ഓഫർ എൻഡ് ചെയ്യാൻ ഇനി 9 മിനിറ്റ് ആണുള്ളത്. ഇപ്പോൾ പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിന്റെ സ്റ്റാറ്റസ് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. നോക്കി ഇവിടെ 6500 പേയ്മെന്റ് അടയ്ക്കുന്നതിന്റെ മെസ്സേജ് എനിക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ. അതേപോലെ നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 14,500 എന്ന് പറയുന്ന ഓപ്ഷനേ ലഭിക്കത്തുള്ളൂ. വെബ്സൈറ്റിനകത്ത് ഞാനിവിടെ കാണിക്കാം. ഓൺലൈൻ ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ.com എന്ന നമ്മുടെ കമ്പനി വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ.com എന്ന നമ്മുടെ കമ്പനി വെബ്സൈറ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നോക്കിയാൽ 14,500 എന്ന ഓപ്ഷൻ മാത്രമേ വെബ്സൈറ്റിലുള്ളൂ. ഒരു വർഷത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 14,500. താഴേക്ക് വരുവാണെങ്കിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ 6,500 എന്ന് പറയുന്ന ഓഫർ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിൻ വഴി മാത്രമായിരിക്കും ലഭിക്കുന്നത്. അതും ആ ഗ്രൂപ്പിലെ ഓഫർ കഴിയുന്നത് വരെ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ ഓക്കെ. മുഹമ്മദ് നാച്ചൂട്ടി അഡ്മിറ്റ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോളൂ. ക്ലിയർ ആവുന്നില്ല സാറിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഞാനും ഇതിന് മുമ്പ് 6,500 അടച്ചതാണ്. അപ്പൊ എനിക്ക് ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ?
അതെ അതെ, നമ്പർ ഞാനിപ്പോൾ അയച്ചു തരാം. ആ ഞാനിപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ക്ലാസ് ഞാൻ ഇപ്പോൾ ഒരു നമ്പർ ഞാനിപ്പോൾ അയച്ചിട്ടില്ലേ, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അത് പോയോ? എനിക്ക് കാണുന്നില്ല. ഒന്ന് വന്നായിരുന്നു, അത് പോയി. ഒന്നുകൂടെ അയച്ചു തരാം. ഇപ്പൊ വന്നിട്ടുണ്ടോ ഒരു നമ്പർ? ഓക്കെ കിട്ടി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ഖാദർ ആലങ്കോട് ചോദിച്ചതാണോ ക്വസ്റ്റ്യൻ? ഖാദർ. അടുത്ത സലീം പന്തായിലാണ്. സലീം പന്തായിൽ അൺമ്യൂട്ട് ചെയ്യാം. ഖാദർ, ചോദിച്ചോളൂ. എന്തെങ്കിലും വെബ്സൈറ്റ് ഓക്കെ, അത് ഇതിലേക്ക് മാറ്റാൻ പറ്റുമോ? അതെ, വേർഡ് പ്രസിലേക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് വേർഡ് പ്രസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേർഡ് പ്രസിലേക്ക് മാറ്റാൻ പറ്റുമോ? അതെ, വേർഡ് പ്രസിലേക്ക് മാറ്റാൻ സാധിക്കും. മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സ്വയം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വേറെ ആരെയും ആശ്രയിക്കാതെ സ്വയം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എങ്ങനെ? അതെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതെ, ക്വാളിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ ബിസിനസ്സിന് യോജിച്ച രീതിയിലുള്ള ആ ഒരു തീം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ wordpress.org എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് 12,000-ഓളം തീമുകൾ കാണാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന തീംസ് എടുക്കുവാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ ബിസിനസ്സിന് യോജിച്ച തീം തന്നെ ഇവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ തന്നെ തീം നമുക്ക് ഇവിടെ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ പറഞ്ഞോളൂ. അതിൽ ഇ-കോമേഴ്സ് ആണോ? മറ്റേ ക്യാഷ് പർച്ചേസ് സെയിൽ ചെയ്യാനെല്ലാം പറ്റുമോ? പറ്റും. ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ ഇ-കൊമേഴ്സിന്റെ തീം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇ-കൊമേഴ്സിന്റെ തീം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റും അതേപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലോഗോയും എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. ഇതിനകത്ത് പേയ്മെന്റ് ലിങ്ക്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് അടയ്ക്കാനുള്ള ലിങ്ക് നമുക്ക് ഇൻസ്റ്റാമോജോ എന്ന് പറയുന്ന സൈറ്റ് വഴി ആഡ് ചെയ്യാൻ പറ്റും. അതെ, എന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് ഏതാണ്? അതെ അതെ, അഡ്മിനോട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി, അതിന്റെ ഡീറ്റെയിൽസ് അവർ തരും. മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ പേയ്മെന്റ് അടയ്ക്കാനുള്ള, അതായത് പേയ്മെന്റ് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ ഞാൻ ഈ കൂടുതൽ പറയാം. അതായത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാമോജോ എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. instamojo.com. നമ്മുടെ സ്ഥാപനം ആരംഭിച്ചിട്ട് മുതൽ ഇൻസ്റ്റാമോജോയിൽ നമുക്ക് പേയ്മെന്റ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ പേയ്മെന്റ് ലിങ്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, www.instamojo.com എന്നാണ് സൈറ്റ്. ഇതിനകത്ത് വന്ന് നമ്മുടെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനം ലഭിക്കും. ഇത് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന സംഗതിയാണ്, ഇൻസ്റ്റാമോജോ എന്ന് പറയുന്ന സംഗതി. ഇത് നമുക്ക് വെബ്സൈറ്റിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ സാധിക്കും. വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇൻസ്റ്റാമോജോയുടെ പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. ഓക്കെ, ഇൻസ്റ്റാമോജോ പേയ്മെന്റ് ഗേറ്റ് വേ വഴി പലരും പേയ്മെന്റ് അടച്ചിരിക്കുന്നത് കൂടെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ കോഴ്സിലേക്ക് അത് പേയ്മെന്റ് അടച്ചിരിക്കുന്നുണ്ടോ? 6,500 പേയ്മെന്റ് അടച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതേപോലെ പേയ്മെന്റ് ലിങ്ക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പേയ്മെന്റ് ലിങ്ക്സ്, ഓക്കെ, പേയ്മെന്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണ് ഞാൻ ഈ പറഞ്ഞ സൈറ്റ് എന്ന് പറയുന്നത് instamojo.com എന്ന് പറയുന്നത്. ഇതിൽ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും വെച്ചിട്ടാണ് നമ്മുടെ പാൻ കാർഡ് അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, ഇത് രണ്ടും വെച്ചാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിന് റെന്റ് ഒന്നുമില്ല, പക്ഷേ ട്രാൻസാക്ഷൻ ഫീസ് ഉണ്ട്. ട്രാൻസാക്ഷൻ ഫീസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറയുന്നത് അവരുടെ പേയ്മെന്റ് എറർ വന്നു എന്നുള്ള. പേയ്മെന്റ് എറർ വന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ഇൻഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ അഫിലിയേറ്റ് ടീമിലേക്ക് വരാൻ താല്പര്യമുള്ളവർ പേയ്മെന്റ് അടച്ചതിന് ശേഷം ഇൻട്രസ്റ്റഡ് ഇൻ അഫിലിയേറ്റ് എന്നൂടെ മെസ്സേജ് അയക്കുക. അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഗ്രൂപ്പിലൂടെ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പ് ഞാൻ ഇവിടെ കാണിക്കാം.
നോക്കി അഫിലിയേറ്റ് ടീം ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഓരോരുത്തർക്കും ഇൻകം ലഭിക്കുന്നത് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ എങ്ങനെയാണ് ആക്ച്വലി പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൂപ്പിലൂടെയും അല്ലാതെ തന്നെ സെപ്പറേറ്റ് സെഷൻസിലൂടെയും പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് അഫിലിയേറ്റ് ടീമിലേക്ക് എൻട്രി ലഭിക്കുന്നത്. ഇപ്പം സുജിത് കെയുടെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ പേയ്മെന്റ്. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് അഫിലിയേറ്റ് ടീമിലേക്ക് എൻട്രി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മുടെ ടൈമർ എൻഡ് ചെയ്യാൻ 2 മിനിറ്റ് കൂടെയാണുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. ഉണ്ണികൃഷ്ണൻ സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. Sir, good evening. ഗുഡ് ഈവനിങ്. Your presentation was simply excellent. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ I would like to join the course. പക്ഷേ നമ്മളെ ഈ ഓൺലൈൻ കോഴ്സിൽ സപ്പോസ് ഇപ്പോൾ ഞാൻ ഒരു ക്ലാസ് 2 ക്ലാസ് മിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന you will share that recorded video. Am I right? അതെ, റെക്കോർഡ് വീഡിയോസ് ആണ്. ഇനി അതേ ക്ലാസ്സിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്യണമെങ്കിൽ അത് വീണ്ടും സൈക്കിളായിട്ട് കറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 months കഴിഞ്ഞ് അതേ ക്ലാസ്സിൽ തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. മിസ്സായ ക്ലാസ് അതെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അതായത് സാറിന് ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലുള്ള ക്ലാസ് മിസ്സായിരിക്കട്ടെ, ഓക്കെ, ഈ സെയിം ക്ലാസ് എന്ന് പറയുന്നത് 3 months കഴിഞ്ഞ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അത് കേട്ടില്ല. നിങ്ങളുടെ ടീം അത് നോട്ടിഫൈ ചെയ്യും. ആ ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തരും. ആ സെയിം ക്ലാസ് വരുമ്പോൾ വീണ്ടും കയറാൻ പറ്റും. മാത്രമല്ല അതിന്റെ റെക്കോർഡിങ്സ് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടും. ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടും. That is good. Anyway, anxious of joining you. Thank you so much. ഓക്കെ, ഡോക്ടർ സുനിൽ സാർ അഡ്മിറ്റ് ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ഉണ്ണികൃഷ്ണൻ സാറ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ബൈ ചാൻസ് ഏതെങ്കിലും ഒരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിംഗ് കിട്ടുമല്ലോ നെക്സ്റ്റ് ഡേ? അതെ, റെക്കോർഡിംഗ് നെക്സ്റ്റ് ഡേ കിട്ടും. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിയാൽ ആ റെക്കോർഡിംഗ്സ് എല്ലാം അവൈലബിൾ ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ആ സെയിം ക്ലാസ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, അതായിരുന്നു ചോദിക്കാനുള്ളത്. താങ്ക് യു. പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരീഷ് സാർ അഡ്മിറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം സാർ, എന്റെ പേര് സരീഷ് എന്നാണ്. ഞാൻ മുമ്പേ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ എനിക്കത് പ്രോപ്പറായിട്ട് ഒരു ബിസിനസിന്റെ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ നോക്കാറുണ്ട്. ഇതിലിപ്പോ എനിക്കുള്ള ഡൗട്ട് എന്താന്ന് വെച്ചാൽ, സാർ, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 ഡൊമൈൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബേസിൽ നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒറ്റ വെബ്സൈറ്റിൽ തന്നെ ഈ ഡൊമൈൻ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു വെബ് അഡ്രസ്സിനകത്ത് ഒരു ഡൊമൈനാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വേറെയും ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്റ്റിംഗ് സ്പേസും എടുത്ത് വീണ്ടും വൈറലായിട്ട് ഒരെണ്ണം കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന 2 ഫാക്ടേഴ്സ് ഞാൻ ഇവിടെ കാണിക്കാം. ആക്ച്വലി 3 സംഗതികളാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. അതായത് ഒന്ന് ഡൊമൈൻ അഥവാ വെബ് അഡ്രസ്, ഓക്കെ. രണ്ടാമത് ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്ന സംഗതി. അതായത് നമ്മുടെ കണ്ടന്റ് സ്റ്റോർ ചെയ്യാൻ ഇന്റർനെറ്റിൽ ഒരു സ്റ്റോറേജ് സ്പേസ് വേണമല്ലോ, അതാണ് ഹോസ്റ്റിംഗ് സ്പേസ്. മൂന്നാമത്തത് ഡിസൈൻ. അപ്പൊ ഇതിനകത്ത് ഡിസൈൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ നേരത്തെ വേർഡ്പ്രസ് കാണിച്ചല്ലോ. വേർഡ്പ്രസിനകത്ത് 12,000 തീമുകളുണ്ട്. അപ്പം അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഒരു പൈസ ചെലവും ഇല്ല. ആ തീം എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കസ്റ്റമൈസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ വെബ് അഡ്രസ്. ഇപ്പൊ നമുക്ക് 2 വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വെബ് അഡ്രസ് പിന്നെ രണ്ടാമത്തെ വെബ് അഡ്രസ്, ഇത് രണ്ടും കണക്ട് ചെയ്യാൻ ഓരോ ഹോസ്റ്റിംഗ് സ്പേസും വേണ്ടി വരും. ഓക്കെ, അതായത് കണ്ടന്റ് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഇത് മൾട്ടിപ്പിൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ വെബ്സൈറ്റുകൾ അതിനകത്ത് തന്നെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സംവിധാനം ഉണ്ട്, അവൈലബിൾ ആണ്. ഡൊമൈൻ മാത്രം വാങ്ങിച്ചാൽ മതി, എക്സ്ട്രാ ഡൊമൈൻ മാത്രം ഉണ്ടായാൽ മതി അല്ലേ? ഓക്കെ. അതായത് നമ്മളിപ്പോ ഒരു വെബ്സൈറ്റിൽ ഒരു വെബ് അഡ്രസ്സിൽ 2 വെബ് അഡ്രസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിലും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സൈറ്റിലേക്ക് തന്നെ പോകും. അത് പറ്റും. റീഡയറക്ട് ചെയ്ത് ഒറ്റ സൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടും പാരലായിട്ട് റൺ ചെയ്യാനും പറ്റും. 2 ഡിഫറെന്റ് സൈറ്റ് ആയിട്ട് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ AI റിലേറ്റഡ് വീഡിയോ നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഞാൻ നേരത്തെ കാണിച്ച വീഡിയോസ് നിർമ്മിച്ചത് DID എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. www.did.com. DID.com എന്ന് പറയുന്ന സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് AI റിലേറ്റഡ് വീഡിയോസ് വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ 3 സ്റ്റെപ്സ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും വീഡിയോസ് നിർമ്മിക്കാം, AI റിലേറ്റഡ് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. DID.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവതാറിനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെയുള്ള അവതാറുകൾ മോഡലുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിനെ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് എന്ത് സംസാരിപ്പിക്കണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡലുകൾ എല്ലാം ഫ്രീ അല്ല, ഫ്രീ ആയിട്ടുള്ളത് നമുക്കിവിടെ ഒരുപാടെണ്ണം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവതാരണ ഞാൻ ചൂസ് ചെയ്യുന്നു. അവരെ കൊണ്ട് എന്ത് സംസാരിപ്പിക്കണം എന്നുള്ളത് സ്ക്രിപ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിർമ്മിക്കാം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഞാനിപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, ഇതേപോലെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഭാഷ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മലയാളം ചൂസ് ചെയ്യുക. മലയാളം ചൂസ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ മിഥുൻ, ശോഭന 2 ശബ്ദങ്ങൾ കാണാൻ പറ്റും. അതിൽ ശോഭന എന്ന് പറയുന്ന ശബ്ദം ചൂസ് ചെയ്യുക. ശോഭന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ശബ്ദമാണ്. ഓക്കെ, ചൂസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെലക്ട് ചെയ്ത മോഡൽ അവതാർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അവർ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതായിരിക്കും അതിൻ്റെ ഇതേപോലെ കൊടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. ഇതേപോലെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഇനി നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അവതാറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയ്ക്കകത്ത് എന്താണോ സംസാരിക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ആ ഫോട്ടോ തന്നെ സംസാരിക്കുന്നതായിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു മോഡലിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ AI ടൂള് കൊടുക്കുന്ന ടെക്സ്റ്റ് സംസാരിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ. അപ്പോൾ സൈറ്റിൻ്റെ പേര് ഞാനിവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യാം. DID എന്നാണ് സൈറ്റിൻ്റെ പേര്. www.did.com. DID.com. ഇതിന് വാട്ടർമാർക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ടർമാർക്ക് ഉണ്ടാവും. വാട്ടർമാർക്ക് അത്ര വലിയ നോട്ടീസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രീ വേർഷൻ കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വീണ്ടും നിർമ്മിക്കണമെങ്കിൽ ഒന്നുകിൽ പെയ്ഡ് വേർഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഇമെയിൽ അഡ്രസ്സിൽ വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എനിക്ക് 60ഓളം ഇമെയിൽ അഡ്രസ്സുകളുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ പോപ്പപ്പ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എൻ്റെ പല ഇമെയിൽ അഡ്രസ്സുകളാണ്. 60ഓളം ഇമെയിൽ അഡ്രസ്സുകൾ എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ പല ടൂളുകളും ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പൈസ കൊടുക്കാതെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഇമെയിൽ അഡ്രസ്സിനകത്ത് അതിൻ്റെ വേർഷൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് കഴിയുമ്പോൾ അടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്തുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് മൾട്ടിപ്പിൾ ഇമെയിൽ അഡ്രസ്സിൽ ഒരുമിച്ച് ലോഗിൻ ചെയ്ത് കിടക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കി. ഇപ്പം ഞാൻ കിടക്കുന്നത് JesliAI@gmail.com ഇതിൽ നിന്ന് ഓക്കെ 226 ഡിജിറ്റൽ മാഗ്നറ്റ് എന്നുള്ള അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കണ്ടോ. ഒറ്റ ക്ലിക്കിൽ തന്നെ ഞാൻ സ്വിച്ച് ചെയ്തു. ഓക്കെ, ഡിജിറ്റൽ മാഗ്നറ്റ് 226 എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് സ്വിച്ച് ചെയ്തു. എനിക്ക് ഇതിനകത്ത് വീണ്ടും അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ 60ഓളം ഇമെയിൽ അഡ്രസ്സുകൾ എനിക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. നമ്മൾ അതിൻ്റെ ടെക്നിക്സും ട്രിക്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാൻ ചെയ്ത വേറെ 1-2 കാര്യങ്ങൾ. ഒന്ന്, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെ. ഓക്കെ, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന മെത്തേഡ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, Amazon.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരിക. അതിൽ വന്നിട്ട് ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആമസോണിലേക്ക് ആമസോണിലൂടെ സെല്ല് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. ഓക്കെ, സെൽ ഓൺ ആമസോൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് നമ്മളൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിന് പറയുന്നത് സെല്ലർ സെൻട്രൽ എന്നാണ് പറയുന്നത്. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്ത് സെല്ല് ചെയ്യാൻ സാധിക്കും. ഇനി പ്രോഡക്റ്റ് ഇല്ലെങ്കിലും ആമസോണിലൂടെയൊക്കെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോഡക്റ്റ് ഇല്ലെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റും.
അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിവിടെ കാണിക്കാം. നിങ്ങൾക്ക് ആമസോൺ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് ചെന്നിട്ട് ആമസോണിൻ്റെ ഉള്ളിൽ തന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ബനാന ചിപ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിൽ വരുന്ന പ്രോഡക്ട്സ് ഉണ്ടോ, ഇത് സ്പോൺസേഡ് ആഡുകളാണ് കണ്ടോ. ആമസോണിൽ തന്നെ ഫസ്റ്റ് വരുത്താൻ ഉള്ള സംവിധാനം ആമസോൺ സെല്ലർ സെൻറ്ററിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ചിലരൊക്കെ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിവിടെ ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ് എന്നാണ് കൊടുക്കുന്നത്. ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ്. നമ്മുടെ മരച്ചീനി കമ്പുകൾ പോലും ആൾക്കാർ ഇതിനകത്തോട്ട് വിൽക്കുന്നു എന്നുള്ളതാണ്. 267 രൂപയ്ക്ക് 6 ഇഞ്ച് നീളമുള്ള ആ മരച്ചീനി കമ്പ് ഇതിനകത്തോട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മേടിക്കാൻ ആരുണ്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. മേടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കേരളത്തിലായിരിക്കത്തില്ല, മറ്റ് സ്റ്റേറ്റുകളിലായിരിക്കും. 268 രൂപയ്ക്ക് 10 കഷ്ണം കമ്പ് വിൽക്കുന്നുണ്ടോ. 10 കഷ്ണം 6 ഇഞ്ച് നീളമുള്ള 10 കഷ്ണം കമ്പ് 268 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ട്. പ്രോഡക്റ്റ് ഇല്ലാതെ ഇതിനകത്ത് സെല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും, 2 days ഗ്യാപ്പ് കിട്ടും ആ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി. ഈ 2 daysനകുമ്പോൾ അത് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ, സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. ഓർഡർ വരുമ്പോൾ അവരിത് മേടിച്ച് അയച്ചു കൊടുത്താലും മതി. അങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് സ്റ്റോക്ക് വേണമെന്നില്ല, ഓർഡർ വരുമ്പോൾ മേടിച്ച് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിനുള്ള ബന്ധങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാവുന്നതാണ്. കാരണം എപ്പോഴും നമ്മളൊരു ബയറായിട്ട് മാത്രം ഇരുന്നാൽ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഒരു സെല്ലർ കൂടി ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ വരും. പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു ബയറായിട്ടിരിക്കുമ്പോഴാണ്. ഒരു സെല്ലർ കൂടി ആവുക, നമ്മൾ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക ഒരു സൈഡിലൂടെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കും എന്നുള്ളതാണ്. എങ്ങനെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാമെന്ന് സജിത മാഡം ചോദിക്കുന്നു. പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ തന്നെ അവർക്ക് ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട്. ATS എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആമസോൺ ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറയുന്ന കൊറിയർ കമ്പനി ആമസോണിന് തന്നെയുണ്ട്. അവരുടെ ആൾക്കാർ തന്നെ വന്ന് കളക്ട് ചെയ്ത് ഡെലിവറി ചെയ്തോളും. നമുക്ക് ഓർഡർ വരുമ്പോൾ അവർക്ക് അറിയാൻ സാധിക്കും. അവർ നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്ന് കളക്ട് ചെയ്ത് ഡെലിവറി ചെയ്യും. വീട്ടിലിരുന്നുകൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ATS വഴി സെല് ചെയ്യാം. ഇനി അല്ലാതെ ഈസി ഷിപ്പ് എന്ന് പറയുന്ന വേറൊരു സെൽഫ് ഷിപ്പ് എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. സെൽഫ് ഷിപ്പിൽ നമുക്ക് കൊറിയർ കമ്പനി വഴി നമുക്ക് വേണമെങ്കിലും അയക്കാൻ പറ്റും. ഇത് ഈസി ഷിപ്പ് എന്ന് പറയുന്ന സംഗതിയാണ്. ATS എന്ന് പറയുന്നത് ഈസി ഷിപ്പ് എന്ന് പറയുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ആമസോണിൽ രജിസ്റ്റർ ചെയ്യാൻ ആമസോണിന്റെ സൈറ്റിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏറ്റവും താഴെ സെൽ ഓൺ ആമസോൺ. ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന സംഗതിയാണ്. അതേപോലെ ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളെ പറ്റി പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ സെർച്ചിൽ ഇങ്ങനെ 1ാം സ്ഥാനത്ത് എങ്ങനെയാണ് ഇത് കയറി വരുന്നത്? ഇതും ഒരു സർവീസായിട്ട് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടി ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് ചെയ്യണമെങ്കിൽ ads.google.com എന്ന സംവിധാനമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ads.google.com എന്ന സൈറ്റ് ഉണ്ട്. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ഇതിന് പറയുന്ന ഗൂഗിൾ ആഡ്സ് എന്നാണ്. നമ്മൾ ആദ്യം ഫേസ്ബുക്ക് ആഡ്സ് കണ്ടായിരുന്നു. ഫേസ്ബുക്ക് ആഡ്സ് പോലെയുള്ള ഒരു സംവിധാനമാണ് ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ads.google.com എന്ന സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അതിന്റെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ജിമെയിൽ അഡ്രസ് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ജിമെയിൽ അഡ്രസ്സും അതിന്റെ പാസ്വേഡും മതി. ഇതുവഴി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആൾക്കാർ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലിങ്ക് ആയിരിക്കും സെർച്ചിൽ മുകളിൽ കിടക്കുന്നത്. അതിലൂടെ നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ബിസിനസ് ലഭിക്കുകയൊക്കെ ചെയ്യും. ഇത് സർവീസായിട്ട് കൊടുക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് സർവീസായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഗൂഗിൾ ആഡ്സിന്റെ പാനൽ എന്ന് പറയുന്നത്. സൈറ്റിന്റെ പേര് ads.google.com എന്നാണ് സൈറ്റിന്റെ പേര്. ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയി. നമ്മൾ പ്ലാൻ ചെയ്ത സമയം കഴിഞ്ഞ് 9:33 ആയിട്ടുണ്ട്. ഇതിനും GST വേണ്ടതെന്ന് ചോദിച്ചു. GST എക്സംപ്റ്റഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ GST ഇല്ലാതെ നമുക്ക് ആമസോണിലൂടെ സെല് ചെയ്യാൻ പറ്റും. GST കൊടുക്കേണ്ട, ഗവൺമെന്റ് GST കൊടുക്കേണ്ട പ്രോഡക്റ്റ് ആണെങ്കിൽ GST വേണം. GST ഉണ്ടെങ്കിലാണ് സെല് ചെയ്യാൻ പറ്റുന്നത്. വീട്ടിലെ അഡ്രസ്സ് വെച്ചിട്ട് GST എടുക്കാൻ പറ്റുന്നതാണ്. ഇനി 2 പേരുടെ ക്വസ്റ്റ്യൻസിലേക്ക് കൂടെ ഞാൻ വരാം. സാംസൺ SM അൺമ്യൂട്ട് ചെയ്യാം. കിഷോർ PB സാർ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹലോ, ചോദിച്ചോളൂ. സാറേ,
ചോദിച്ചോളൂ. ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താം? കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ്സ് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ്സും പ്രയോജനപ്പെടുത്താൻ പറ്റും. എവിടെയാണ് ലൊക്കേഷൻ? എവിടെയാണ് സാറിന്റെ ലൊക്കേഷൻ? എവിടെയാണ്? തൃശ്ശൂര്. ഓക്കെ ഓക്കെ, കൺസ്ട്രക്ഷൻ കമ്പനി ഇൻ തൃശ്ശൂർ. ഓക്കെ, ഗൂഗിളിൽ ഇതേപോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെർച്ചിൽ ആദ്യം എത്തിക്കുവാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് കിട്ടുകയും അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും. ഇതൊരു ഓപ്ഷൻ. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് ഫേസ്ബുക്കിനകത്ത് ആഡ് കൊടുക്കാൻ സാധിക്കും. അതായത് ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുമ്പോൾ ഈ തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ പോയി വർക്ക് ചെയ്ത് കൊടുക്കാറുള്ള ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് ആഡ് കൊടുക്കാൻ പറ്റും. ഫേസ്ബുക്ക് ആഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് വരും. ആ എൻക്വയറീസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്ക് ആഡ്സും പറ്റും, ഗൂഗിൾ ആഡ്സും പറ്റും. സാറിന്റെ കേസിൽ ട്രൈ ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നത് ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ. തീർച്ചയായിട്ടും ഫോൺ നമ്പർ ചോദിക്കും. പക്ഷേ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് ഏതാണ്ട് ഒരു 10-12 ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2-3 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് 30-40 ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് 4-5 നമ്പർ ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് 60 ഇമെയിൽ അഡ്രസ്സ് വന്നിരിക്കുന്നത്. മാത്രമല്ല സ്റ്റാഫിന്റെ നമ്പറുകൾ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് ക്ലോസിംഗിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 9:35 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ള അഡ്മിൻ അയക്കുവാണെങ്കിൽ അവർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, വെബ്സൈറ്റ് ക്രിയേഷൻ, അതേപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്, താങ്ക് യു, വെരി യൂസ്ഫുൾ. ഓക്കെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ആക്ച്വലി എന്നെയും നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം 2 സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 2016 2 സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 35 സ്റ്റാഫുള്ള സ്ഥാപനമായിട്ട് ഇത് വളർന്നു വരാൻ നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് സാധിച്ചത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ഓഫർ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വളരെ പേയ്മെന്റ് അടച്ച മെസ്സേജ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗൂഗിൾ പേയിൽ വീണ്ടും പലരും പേയ്മെന്റ് അടച്ചിട്ടുണ്ട്. സുജിത് സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. സിഫിൻ, ഷാജി, ചേസ് ഇവരുടെ എല്ലാം പേയ്മെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇന്ന് തന്നെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പലരും ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പർ ഡീറ്റെയിൽസ് ലഭിക്കും. അതേപോലെ തന്നെ അഫിലിയേറ്റ് ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ഇൻ അഫിലിയേറ്റ് എന്ന് ഇൻഫോം ചെയ്യുക. ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് അഫിലിയേറ്റ് ഗ്രൂപ്പിലേക്കും കൂടി എൻട്രി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ അറ്റൻഡിങ് ടുഡേസ് സെഷൻ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. താങ്ക് യു.